അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പേരെന്ന് പറയുന്നത് നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആൻഡ് ഐസോമറിസം എന്നാണ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ ഓർഗാനിക് കോമ്പൗണ്ട്സിൻ്റെ എങ്ങനെ പേര് കൊടുക്കുക എന്നുള്ളതും അതേപോലെ തന്നെ കുറച്ച് ടൈപ്സ് ഓഫ് ഐസോമറിസമാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മൾ എന്തൊക്കെ ടോപ്പിക്സ് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ടെന്ന് നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കുന്ന ടോപ്പിക്ക് നോമൻക്ലേച്ചർ ഓഫ് ആൽക്കെയിൻസ് വിത്ത് വൺ ബ്രാഞ്ച്. ഒരു ബ്രാഞ്ചുള്ള ആൽക്കെയിൻസിന് നമ്മൾ എങ്ങനെ പേര് കൊടുക്കും, അതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഫസ്റ്റ് പഠിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് നോമൻക്ലേച്ചർ ഓഫ് ആൽക്കെയിൻസ് വിത്ത് മോർ ദാൻ വൺ ബ്രാഞ്ച്. ഒന്നിൽ കൂടുതൽ ബ്രാഞ്ച് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെങ്ങനെ ആൽക്കെയിൻസിന് പേര് കൊടുക്കും. അപ്പോൾ നമ്മൾ ആൽക്കെയിൻസിനെ തന്നെയാണ് കേട്ടോ ആ രണ്ട് കേസും പഠിക്കുന്നത്. മൂന്നാമത്തെ ടോപ്പിക്ക് നോമൻക്ലേച്ചർ ഓഫ് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ്. അതായത് അൺസാച്ചുറേറ്റഡ് എന്ന് പറയുന്നത് ഏതാണ്? ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും വരുന്നത്. ദാറ്റ് ഈസ് ആൽക്കീൻസ് ആൻഡ് ആൽക്കൈൻസ്. അപ്പം അങ്ങനെയുള്ള ഡബിൾ ബോണ്ടിനും ട്രിപ്പിൾ ബോണ്ടിനും എങ്ങനെ നമ്മൾ പേര് കൊടുക്കും എന്നുള്ളത് നമ്മളിതിൽ പഠിക്കും മൂന്നാമത്തെ ടോപ്പിക്കായിട്ട്. പിന്നെ പഠിക്കുന്നത് ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ആണ്. നമ്മളെല്ലാ ഫങ്ഷണൽ ഗ്രൂപ്പും അതിന് പേര് കൊടുക്കുന്നതും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. ദെൻ അരോമാറ്റിക് കോമ്പൗണ്ട്സ് അല്ല ബെൻസീൻ അങ്ങനെയുള്ളതിനെക്കുറിച്ച് 2-3 കോമ്പൗണ്ടുകളെ കുറിച്ച് പഠിക്കും. ദെൻ ഐസോമറിസം തന്നെ 3 ടോപ്പിക്സാണ് നമുക്ക് പഠിക്കാനുള്ളത്. പ്രധാനമായിട്ട് ആദ്യത്തെ ചെയിൻ ഐസോമറിസം, ദെൻ പൊസിഷൻ ഐസോമറിസം, മൂന്നാമത്തെ ഐസോമറിസം. അതിനുശേഷം നമ്മുടെ ഈ ചാപ്റ്ററിൽ ലാസ്റ്റ് ടോപ്പിക്കാണ് മെറ്റാമറിസം എന്ന് പറയുന്നത്. ഇങ്ങനെ മൊത്തം 10 ടോപ്പിക്സ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് നോമൻക്ലേച്ചർ ഓഫ് ആൽക്കെയിൻസ് ആയിരുന്നു വിത്ത് വൺ ബ്രാഞ്ച്. അതായിരുന്നു നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിലേക്ക് പോകാം. അപ്പോൾ അതിൽ ടെക്സ്റ്റിൽ നമുക്ക് തന്നിട്ടുണ്ടായിരുന്ന ഫസ്റ്റ് തന്നെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഗിവൺ ബിലോ 2 സ്ട്രക്ചേഴ്സ് ഓഫ് ഹൈഡ്രോകാർബൺസ്. താഴെ 2 സ്ട്രക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു ഹൈഡ്രോകാർബൺ 1 എന്ന് പറയുന്ന സ്ട്രക്ചർ ഇതാണ്, ഹൈഡ്രോകാർബൺ 2ൻ്റെ സ്ട്രക്ചർ ഇതാണ്. അടുത്ത ചോദ്യം എന്താ? ഐഡൻറ്റിഫൈ ദം ആൻഡ് ആൻസർ ദ ഫോളോയിങ്. അതിനെ മനസ്സിലാക്കിയിട്ട് നമുക്ക് അതിന് ഉത്തരങ്ങൾ എഴുതാനുള്ളതാണ്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഹൗ മെനി കാർബൺ ആറ്റംസ് ആർ ദർ ഇൻ ഹൈഡ്രോകാർബൺ 1 ചെയിൻ ആൻഡ് ഹൈഡ്രോകാർബൺ 2 ചെയിൻ. ആദ്യത്തെ ഹൈഡ്രോകാർബൺ ചെയിനിലും രണ്ടാമത്തെ ഹൈഡ്രോകാർബണിലും എത്ര കാർബൺ ആറ്റം ഉണ്ടെന്നുള്ളതാണ് നമ്മളടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം എന്താ കണ്ടുപിടിക്കാൻ പോകുന്നത്? കാർബൺ ആറ്റം എത്ര ഉണ്ട് എന്നുള്ളതാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തേൽ കാർബൺ ആറ്റം നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? എണ്ണി നോക്കും അല്ലേ, ഈ ഒരു ചെയിനിൽ എത്ര എണ്ണം ഉണ്ടെന്ന്. 1, രണ്ടാമത്തെ 3, 4, 5. അപ്പോൾ മൊത്തം 5 കാർബൺ ആറ്റം ഹൈഡ്രോകാർബൺ 1ലുണ്ട്. ഇനി രണ്ടാമത്തേൽ ചെക്ക് ചെയ്യുമ്പോഴോ 1, 2, 3, 4, 5. ഓക്കെ, അപ്പോൾ മൊത്തം അതിലും 5 ഉണ്ട്. അപ്പോൾ 2 ഹൈഡ്രോകാർബണിലും കൂടി മൊത്തം എത്ര കാർബൺ ആറ്റം ഉണ്ടെന്ന് നമുക്ക് എഴുതാൻ പറ്റും? അപ്പോൾ 5 എണ്ണം ഉണ്ടെന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്തായാലും എടുക്കണേ, വാട്ട് ഈസ് ദ വേർഡ് റൂട്ട് ഓഫ് ഹൈഡ്രോകാർബൺ 1 ചെയിൻ? ഹൈഡ്രോകാർബൺ 1ൻ്റെ വേർഡ് റൂട്ട് എന്താണ്? വേർഡ് റൂട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കാറ്? എത്ര കാർബൺ ആറ്റം ഉണ്ട് എന്നുള്ളതിൽ. അപ്പോൾ ഇതിൽ എത്ര കാർബൺ ആറ്റം ഉണ്ടായിരുന്നു? 5 എണ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ 5 കാർബൺ ആറ്റം ആണെങ്കിൽ നമ്മൾ എന്താ പേര് കൊടുക്കുക? വേർഡ് റൂട്ട് വരുന്നത് പെൻറ്റ് എന്നാണ് വരിക അല്ലേ? വേർഡ് റൂട്ട് വരുന്നത് പെൻറ്റ് എന്നാണ്. അപ്പം നമ്മൾ അതിൻ്റെ വേർഡ് റൂട്ട് എന്ന് പറഞ്ഞു? പെൻറ്റ് ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ 5 കാർബൺ ആറ്റം വരുമ്പോൾ അതിൻ്റെ IUPAC നെയിം എന്തായിരിക്കും വരാമെന്നാണ് നെക്സ്റ്റ് ചോദ്യം. IUPAC നെയിം ഓഫ് ഹൈഡ്രോകാർബൺ 1. ഹൈഡ്രോകാർബൺ 1ൻ്റെ IUPAC നെയിം എന്ത് വരും? അപ്പോൾ അത് എന്താണ് നമ്മൾ പേര് കൊടുക്കാൻ നോക്കുമ്പോൾ അതൊരു ബ്രാഞ്ചൊന്നും ഇല്ലാത്ത ഒരു സിംഗിൾ ചെയിനാണ്, സ്ട്രെയിറ്റ് ചെയിനാണ്, എല്ലാ ബോണ്ടും സിംഗിൾ ബോണ്ടാണ്. അപ്പോൾ ആൽക്കെയിൻ ആണ് വരാമെന്ന് മനസ്സിലായി. അപ്പോൾ നമുക്ക് വേർഡ് റൂട്ട് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് അല്ലേ? വേർഡ് റൂട്ട് നമ്മൾ പെൻറ്റാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേർഡ് റൂട്ട് പെൻറ്റ് ആവുമ്പോൾ അതിന് പേര് കൊടുക്കുമ്പോൾ എന്താണ്? ആൽക്കെയിൻ ആണെങ്കിൽ നമ്മൾ എന്തും കൂടെ കൊടുക്കണം? ANE എന്നും കൂടെ ചേർക്കണം. അപ്പോൾ അതിൻ്റെ പേര് എന്താവും? പെൻറ്റെയിൻ എന്നാവും. ഓക്കെ, അതിൻ്റെ പേര് പെൻറ്റെയിൻ എന്നാവും. അപ്പോൾ IUPAC നെയിം കിട്ടി, പെൻറ്റെയിൻ. അടുത്ത് നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്ന മോളിക്കുലാർ ഫോർമുലയാണ്. അപ്പോൾ എന്ത് ഈ മോളിക്കുലാർ ഫോർമുല എന്ന് പറഞ്ഞാൽ
മോളിക്കുലാർ ഫോർമുല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹൈഡ്രോ കാർബൺസിൻ്റെ മോളിക്കുലാർ ഫോർമുല പറയുകയാണെങ്കിൽ ഒരു കോമ്പൗണ്ട് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ കോമ്പൗണ്ടിൽ മൊത്തത്തിൽ എത്ര കാർബൺ ആറ്റം ഉണ്ട്, എത്ര ഹൈഡ്രജൻ ഉണ്ട്, ഈ കാർബണും ഹൈഡ്രജനും അല്ലാണ്ട് ഇനി വേറെ ഏതെങ്കിലും എലമെൻറ്റുകളോ ഉണ്ടെങ്കിൽ അതിൻ്റെ എണ്ണം, അങ്ങനെ മൊത്തത്തിലുള്ള എണ്ണത്തിനാണ് ഈ മോളിക്കുലാർ ഫോർമുല എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ആദ്യത്തെ കോമ്പൗണ്ടിനെയാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. രണ്ടാമത്തെ അവിടെ നിൽക്കട്ടെ. ആദ്യത്തെ കോമ്പൗണ്ടിൽ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ എത്ര കാർബൺ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നേ? 5 എണ്ണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ 5 എന്ന് എഴുതി. ഹൈഡ്രജൻ്റെ എണ്ണം നമ്മൾ എണ്ണി നോക്കുകയാണ്. ആദ്യത്തെ 3 എണ്ണം, പിന്നെ 2, പിന്നെ 2, പിന്നെ 2, പിന്നെ 3. ഇത് മൊത്തം കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും നമുക്ക്? 12 എണ്ണം കിട്ടും അല്ലേ? 3 + 2 5, 5 + 2 7, 7 + 2 9, 9 + 3 12. അപ്പോൾ മൊത്തം ഹൈഡ്രജൻ്റെ എണ്ണം 12. അപ്പോൾ ഇവിടെ മോളിക്കുലാർ ഫോർമുല എന്തായി? C5H12. ഇനി രണ്ടാമത്തെ കോമ്പൗണ്ടിൻ്റെ നമ്മുടെ അടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് 2 ഹൈഡ്രോ കാർബണിൻ്റെയും മോളിക്കുലാർ ഫോർമുല കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടാമത്തെ ഹൈഡ്രോ കാർബണിൻ്റെ മോളിക്കുലാർ ഫോർമുല എന്ത് തന്നെയാണ്? നമ്മൾ ചെക്ക് ചെയ്യുക. സിയും എച്ചും മാത്രമേ ഉള്ളൂ. അപ്പോൾ സി എത്ര ഉണ്ട്, എച്ച് എത്ര ഉണ്ടെന്ന് എഴുതിയാൽ മതി. ഇനി കാർബൺ എത്ര ഉണ്ട്? 1 2 3 4 5. അങ്ങനെ 5 എണ്ണം ഉണ്ട്. അപ്പോൾ നമ്മൾ 5 എന്ന് എഴുതി. ഇനി ഹൈഡ്രജൻ്റെ എണ്ണം നോക്കുമ്പോഴോ ഇവിടെ 3 എണ്ണം, 3 + 1 4, ഇവിടെ 2 എണ്ണം കൂടി കൂട്ടുമ്പോൾ 6 എണ്ണം, ഒരു 3 എണ്ണം കൂടി കൂട്ടുമ്പോൾ 9, 9 3 12. അപ്പോൾ മൊത്തം ഇവിടെ ഹൈഡ്രജനും 12 എണ്ണം. അപ്പോൾ ഈ 2 കോമ്പൗണ്ട്സിനെയും കാണാൻ ഡിഫറെൻ്റ് ആണ് അല്ലേ? ഒരെണ്ണം സ്ട്രെയിറ്റ് ചെയിനാണ്, പക്ഷെ ഒരെണ്ണത്തിന് എന്ത് സംഭവിച്ചു? ഒരു ബ്രാഞ്ച് വന്നു. പക്ഷെ അതിൻ്റെ മോളിക്കുലാർ ഫോർമുല എന്തായി? പക്ഷേ സെയിം ആണ്. അപ്പോൾ അതാണ് ഹൗ ഡു ദേ ഡിഫറെൻറ്റ് ദ സ്ട്രക്ചർ ഓഫ് ദ കാർബൺ ചെയിൻ എന്നാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ നമ്മളിലേക്ക് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് കാർബൺ ചെയിനിൽ എങ്ങനെയാണ് ഒരു വ്യത്യാസം വന്നിരിക്കുന്ന സ്ട്രക്ചറിൽ? ഒരെണ്ണത്തിന് ബ്രാഞ്ച് ഉണ്ട് എന്നുള്ളതാണ്. ഹൈഡ്രോ കാർബൺ 2 ഹാസ് എ ബ്രാഞ്ച്. അതിൻ്റെ മോളിക്കുലാർ ഫോർമുല എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഹൈഡ്രോ കാർബണിൻ്റെ നമ്പർ ഓഫ് കാർബൺ ആറ്റം നമ്മൾ 5 എന്ന് എഴുതിയിട്ടുണ്ട് രണ്ടിൻ്റെയും. വേർഡ് റൂട്ട് ഹൈഡ്രോ കാർബണിൻ്റെ പെൻറ്റ് എന്നായിരുന്നു 5 എണ്ണം വരുമ്പോൾ. പേര് കൊടുക്കുമ്പോൾ സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് നമ്മൾ ആൽക്കെയിൻ ഗ്രൂപ്പാണ്. അപ്പോൾ ANE എന്നാണ് നമ്മൾ ചേർക്കുക ഐഡൻറ്റിഫൈ ചെയ്യാൻ. അപ്പോൾ പെൻറ്റെയിൻ മോളിക്കുലാർ ഫോർമുല കണ്ടുപിടിച്ചു. C5H12 ആണ് ഹൈഡ്രോ കാർബൺ 1ൻ്റെയും 2ൻ്റെയും. അടുത്തത് ഹൈഡ്രോ കാർബൺ 1ന് 1 എന്ന് പറയുന്നത് ഒരു ചെയിൻ സ്ട്രക്ചറാണ്, സ്ട്രെയിറ്റ് ചെയിനാണ്. രണ്ടാമത്തെ ഹൈഡ്രോ കാർബൺ എന്ന് പറയുന്നത് ഒരു ബ്രാഞ്ച്ഡ് കോമ്പൗണ്ടാണ്. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഫസ്റ്റായിട്ട് പഠിച്ചാണ്. നമ്മുടെ ആൽക്കെയിൻസിൻ്റെ അത് പേരെങ്ങനെയാണ് കൊടുക്കുക. ഇപ്പോൾ രണ്ടാമത്തേൻ്റെ പേര് നമ്മൾ കൊടുത്തിട്ടില്ല. അപ്പോൾ രണ്ടാമത്തേന് പേര് കൊടുക്കാനാണ് നമ്മളിനി പഠിക്കാനായിട്ട് പോകുന്നത്. ബ്രാഞ്ച്ഡ് ആയിട്ട്, അതായത് നോമൻക്ലേച്ചർ ഓഫ് ആൽക്കെയിൻസ് വിത്ത് 1 ബ്രാഞ്ച്. ഒരു ബ്രാഞ്ചുള്ള ആൽക്കെയിൻസിന് നമ്മൾ എങ്ങനെ പേര് കൊടുക്കും, അതാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക്. അപ്പോൾ അതിൽ നമുക്ക് ഫസ്റ്റ് തന്നിരിക്കുന്നത് IUPAC നെയിം ഓഫ് ഗിവൺ സ്ട്രക്ചർ. നമ്മൾ നേരത്തെ പേര് കൊടുക്കാത്ത അതേ സ്ട്രക്ചർ തന്നെയാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. അതിൽ മോളിക്കുലാർ ഫോർമുല നമുക്ക് നോക്കി നോക്കാം. മോളിക്കുലാർ ഫോർമുല എത്ര ഉണ്ട്? എത്ര കാർബണും ഹൈഡ്രജനും മാത്രമേ ഉള്ളൂ. അപ്പോൾ കാർബൺ എത്ര ഉണ്ട്? 1 2 3 4 5. 5 കാർബൺ ഉണ്ട്. എത്ര ഹൈഡ്രജൻ ഉണ്ട്? 3 + 1 4, 4 + 2 6, 6 + 3 9, 9 + 3 12. അപ്പം നേരത്തെ സെയിം കാർബൺ ആണ്, ബ്രാഞ്ചിൽ ഉണ്ടായിരുന്നു, അതിന് നമ്മൾ പേര് കൊടുത്തിട്ടുണ്ടായില്ല. അപ്പം നമുക്ക് എങ്ങനെ പേര് കൊടുക്കാം? ഇത് പേര് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് പറയുന്നേക്കാൾ മുന്നേ ഇതിന് പേരെന്താണെന്ന് ജസ്റ്റ് ആദ്യം പറയാം. അതായത് നമ്മളൊരു ബ്രാഞ്ചിലായിട്ടുള്ള ഒരു ഹൈഡ്രോ കാർബൺ കണ്ടിട്ടുണ്ടെങ്കിൽ ആദ്യം കണ്ടുപിടിക്കേണ്ടത് അതിൻ്റെ ഏറ്റവും ലോങ്ങസ്റ്റ് ചെയിനാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കുക, ഏറ്റവും നീളം കൂടിയ ചെയിൻ. അപ്പോൾ ഇതിൽ നീളം കൂടിയ ചെയിൻ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഇങ്ങനെ ഇതൊരു 4 എണ്ണം ഉണ്ടല്ലേ, 4 എണ്ണം വരുന്നതാണ് നീളം കൂടിയത്. അതല്ലെങ്കിൽ ഇങ്ങനെയുള്ളതും നമുക്ക് സെലക്ട് ചെയ്യാം. ഇതിനെ ബ്രാഞ്ച് ആക്കി എടുത്തിട്ട് ഇങ്ങനെയുള്ളത് ആ ഒരു L ഷേപ്പിൽ കിടക്കുന്നതിന് നമ്മൾ ലോങ്ങസ്റ്റ് ചെയിനായിട്ട് നമുക്ക് കണക്കാക്കാം. ലോങ്ങസ്റ്റ് ചെയിൻ ഏതാണോ നമ്മൾ സെലക്ട് ചെയ്യുന്നത് അതാണ് നമ്മൾ മെയിൻ ചെയിൻ ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. പേരും കൊടുക്കുമ്പോൾ മെയിൻ ആയിട്ട് നമ്മൾ കൊടുക്കേണ്ട ഇതാണ്. അപ്പോൾ ഇതാണ് ഇപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അതാണ് നമ്മുടെ മെയിൻ ചെയിൻ. ഇതിനെ നമ്മൾ എന്തായിട്ട് എടുത്തു? ബ്രാഞ്ചറായിട്ട് എടുത്തു. അപ്പോൾ ബ്രാഞ്ചറായിട്ട് CH3 ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ബ്രാഞ്ചുകൾ വരുമ്പോൾ ബ്രാഞ്ചുകൾക്ക് പേര് കൊടുക്കുമ്പോൾ നമ്മളതിനെ ബ്രാഞ്ചുകളെ നമ്മൾ ആൽക്കൈൽ റാഡിക്കൽസ് എന്നാണ് പറയുക. എന്താ പറയുക? ആൽക്കൈൽ റാഡിക്കൽസ്.
അപ്പോൾ ഇവിടുത്തെ CH3 ആണ് ആൽക്കൈൽ റാഡിക്കൽ. അപ്പം നമ്മൾ പേര് എന്താ, ഈ ആദ്യം ബ്രാഞ്ചിന് പേര് കൊടുക്കുമ്പോൾ ആൽക്കൈൽ എന്നാണ് അതിൻ്റെ കോമൺ നെയിം. നമ്മൾ ആൽക്കെയിൻ, ആൽക്കീൻ എന്നൊക്കെ പറയണം. ഇത് ആൽക്കൈലാണ്. അപ്പോൾ അത് ബ്രാഞ്ചാണ്, നമുക്ക് പേര് കാണുമ്പോൾ മനസ്സിലാവണം. അപ്പോൾ അതിന് വേണ്ടി ഇവിടെ എത്ര കാർബൺ ഉണ്ട്, സെയിം നമ്മൾ പേര് കൊടുക്കാനായിട്ട് എത്ര കാർബൺ ഉണ്ടെന്ന് ആദ്യം ചെക്ക് ചെയ്യും. അപ്പോൾ ബ്രാഞ്ചിൽ ഒരു കാർബണേ ഉള്ളൂ. ഒരു കാർബൺ ഉണ്ടെങ്കിൽ നമ്മുടെ വേർഡ് റൂട്ട് എന്തായിരുന്നു, മെത്ത് എന്നായിരുന്നു വേർഡ് റൂട്ട്. ഇനി അത് ബ്രാഞ്ചിലാണെങ്കിൽ നമ്മൾ ഇപ്പോൾ സിംഗിൾ ബോണ്ട് ആണെങ്കിൽ നമ്മൾ പേര് കൊടുക്കുമ്പോൾ ANE, ഡബിൾ ബോണ്ട് ആണെങ്കിൽ ENE, YNE എന്നൊക്കെ ചേർക്കില്ല, ട്രിപ്പിൾ ബോണ്ട് ആണ്. ഇവിടെ ചേർക്കുന്നത് അതിന് പകരം എന്താണ്, ബ്രാഞ്ചിലാണ്. സോ YL ആണ് നമ്മൾ ചേർക്കുക. സോ എന്ത് വരും, അത് മീഥൈൽ. ഓക്കെ, മനസ്സിലായി. അപ്പോൾ ബ്രാഞ്ചിൽ എത്ര കാർബൺ ഉണ്ടെന്ന് നമ്മൾ ചെക്ക് ചെയ്യണം ആദ്യം. ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാർബണിൻ്റെ എണ്ണം കിട്ടിക്കഴിഞ്ഞാൽ വേർഡ് റൂട്ട് കണ്ടുപിടിക്കുക. വേർഡ് റൂട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒപ്പം എന്ത് ചേർക്കണം, YL ചേർത്താൽ അത് ബ്രാഞ്ചിൻ്റെ പേരായി. അപ്പോൾ അവിടെ ബ്രാഞ്ചിൻ്റെ പേരെന്താണ്, മീഥൈൽ എന്നാണ്. ഓക്കെ, അപ്പോൾ ബ്രാഞ്ചിൻ്റെ പേരവിടെ മീഥൈൽ. ഇനി മെയിൻ ചെയിനിൻ്റെ പേര്. മെയിൻ ചെയിനിൽ എത്ര കാർബൺ ഉണ്ട്, 1 2 3 4, മൊത്തം 4 കാർബൺ ഉണ്ട്. അപ്പം 4 കാർബൺ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെന്ത് പറയും, ബ്യൂട്ട് എന്ന് പറയും. എല്ലാം സിംഗിൾ ബോണ്ടാണ്. സോ ബ്യൂട്ടെയിൻ. അപ്പോൾ അതിൻ്റെ പേര് എന്ത് വന്നു, ബ്യൂട്ടെയിൻ എന്ന് വന്നു. അപ്പോൾ നമ്മൾ ബ്യൂട്ടെയിൻ എഴുതി പേര് കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ ബ്രാഞ്ചിനും കൂടെ കൊടുക്കണം. ബ്രാഞ്ച് കൊടുക്കുമ്പോൾ ബ്രാഞ്ച് എവിടെയാണെന്ന് അറിയണ്ടേ, അതിനൊരു പൊസിഷൻ ഉണ്ട്. നമുക്കൊരു പേര് തന്നിട്ട് സ്ട്രക്ചർ വരയ്ക്കാൻ പറഞ്ഞാൽ ആ പൊസിഷൻ എവിടെയാണെന്ന് പറഞ്ഞില്ലെങ്കിൽ നമുക്ക് വരയ്ക്കാൻ പറ്റില്ലല്ലോ. അതേപോലെ ഇവിടെ നമ്മൾ അപ്പോൾ പേര് ബ്രാഞ്ചിൻ്റെ പേരിൻ്റെ ഒപ്പം നമ്മൾ പൊസിഷൻ ഓഫ് ദ ബ്രാഞ്ചും കൂടെ കൊടുക്കണം. അപ്പോൾ പൊസിഷൻ നമ്പർ കണ്ടുപിടിക്കാനായിട്ട് എപ്പോഴും ചെയ്യേണ്ടത്, നമുക്ക് 2 രീതിയാണുള്ളത്. എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം മെയിൻ ചെയിൻ കണ്ടുപിടിച്ചിട്ട് ബ്രാഞ്ചിന് പൊസിഷൻ ഇട്ട് കൊടുക്കുമ്പോൾ എപ്പോഴും ചെറിയ നമ്പർ ആയിരിക്കണം. നമുക്ക് ലെഫ്റ്റിൽ നിന്നും ഇട്ട് കൊടുക്കാം മെയിൻ ചെയിനിലെ നമ്പർ, റൈറ്റിൽ നിന്ന് ഇട്ട് കൊടുക്കാം 1 2 3 4. എന്നിട്ട് നമ്പർ ഇട്ട് കൊടുത്തിട്ട് അതിലേതാണോ ചെറിയ നമ്പർ, ഇപ്പം 3 2 ഉണ്ടല്ലോ ബ്രാഞ്ചിൻ്റെ അവിടെ, അപ്പോൾ ഏതാ ചെറുത്, 3നെ കൺസിഡർ ചെയ്യുമ്പോൾ 2 ആണ് ചെറുത്. അപ്പോൾ 2 ആണ് അവിടുത്തെ പൊസിഷൻ നമ്പർ എടുക്കേണ്ടത്. ഏറ്റവും ലോവസ്റ്റ് നമ്പറാണ് നമ്മൾ പൊസിഷനായിട്ട് എപ്പോഴും എടുക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ പേരെന്ത് വരും, പൊസിഷൻ കിട്ടി 2. പൊസിഷൻ കിട്ടിക്കഴിഞ്ഞാൽ പൊസിഷൻ, അതായത് ഒരു നമ്പറും ആൽഫബറ്റും എഴുതുമ്പോൾ നമ്മുടെ IUPAC നെയിം എഴുതുമ്പോൾ അതിൻ്റെ ഇടയിൽ ഹൈഫൻ ഇടണം, മസ്റ്റായിട്ട് ഇടേണ്ട സാധനമാണ്. അപ്പോൾ 2 മീഥൈൽ. നമ്മുടെ ബ്രാഞ്ചിൻ്റെ പേര് നമ്മൾ ഓൾറെഡി പഠിച്ചു, മീഥൈൽ എന്നാണ്. മെയിൻ ചെയിൻ അടുത്തതാണ് എഴുതേണ്ടത്, മെയിൻ ചെയിൻ്റെ പേര്. മെയിൻ ചെയിൻ്റെ പേര് ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് എഴുതുള്ളൂ. മെയിൻ ചെയിൻ്റെ പേര് എന്തായിരുന്നു, ബ്യൂട്ടെയിൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു ബ്രാഞ്ച്ഡ് ആയിട്ടുള്ള ആൽക്കൈൻ്റെ പേര് കിട്ടിയില്ലേ, 2-methyl butane. ഇതാണ്. ഓക്കെ, 2-methyl butane. അപ്പോൾ നമ്മൾ പേര് കൊടുക്കുമ്പോൾ എന്താണ് ഒരു ഓർഡർ ഉണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. പൊസിഷൻ നമ്പർ ഓഫ് ബ്രാഞ്ച്. ആദ്യം നമ്മൾ ബ്രാഞ്ചിൻ്റെ പൊസിഷൻ നമ്പർ എഴുതണം. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്, ഹൈഫൺ ഇടണം. ദെൻ നെയിം ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ്. നെയിം ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ബ്രാഞ്ചിൻ്റെ പേരാണ്. സോ ബ്രാഞ്ചിൻ്റെ പേര് എഴുതുമ്പോൾ എന്താ, വേർഡ് റൂട്ട് ടു ദ നമ്പർ ഓഫ് കാർബൺ ആറ്റം. അതായത് ബ്രാഞ്ചിൽ എത്ര കാർബൺ ആറ്റം ഉണ്ട് അതിൻ്റെ വേർഡ് റൂട്ട് പ്ലസ് YL, അതായത് ആൽക്കൈൽ റാഡിക്കലിൻ്റെ YL. ഇത്രയും നമ്മൾ എഴുതും ആദ്യം പേരിൽ. ദെൻ എന്ത് ചെയ്യണം, സാധാ മെയിൻ ചെയിൻ നമ്മളൊരു സ്ട്രെയിറ്റ് ചെയിൻ്റെ പേര് കൊടുക്കണം. മെയിൻ ചെയിൻ്റെ പേര് കൊടുക്കുക, വേർഡ് റൂട്ട് പ്ലസ് സഫിക്സ്. സഫിക്സ് ആയിട്ട് ഇവിടെ എന്താ ചേർക്കേണ്ടത്, നമ്മൾ ആൽക്കെയിൻസ് ആണ് പഠിക്കുന്നത്. അപ്പോൾ സഫിക്സ് തന്നെയായിരിക്കും ANE ആയിരിക്കും വരിക. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു പേര് കണ്ടു എങ്ങനെയാണ് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഈ പേര് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ബ്രാഞ്ചിന് പേര് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് റൂൾസ് ഉണ്ട്. എന്തൊക്കെ റൂൾസാണ് നമ്മൾ ബ്രാഞ്ചിൽ ഹൈഡ്രോ കാർബണിന് പേര് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്? അപ്പോൾ അതിൽ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, ലോങ്ങസ്റ്റ് ചെയിൻ കണ്ടെയ്നിങ് മാക്സിമം നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഷുഡ് ബി കൺസിഡേർഡ് ആസ് ദ മെയിൻ ചെയിൻ ആൻഡ് ദ റിമൈനിങ് ആസ് ബ്രാഞ്ചസ്. കണ്ടോ, ലോങ്ങസ്റ്റ് ചെയിൻ ഏതിലാണോ ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് കാർബൺ ആറ്റം ഉള്ള ഒരു ലോങ്ങസ്റ്റ് ചെയിൻ കണ്ടുപിടിക്കണം. അതിനാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മെയിൻ ചെയിനായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ബാക്കിയുള്ളതിനൊക്കെ നമ്മൾ ആ മെയിൻ ചെയിനിൻ്റെ ബ്രാഞ്ചസ് ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യുന്നുണ്ടായിരിക്കുക.
കിട്ടിയോ? ഏറ്റവും കൂടുതൽ കാർബൺ ആറ്റം ഉള്ളതിനെ ലോങ്ങസ്റ്റ് ചെയിനെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് അതിനെ മെയിൻ ചെയിൻ ആക്കി വെക്കുക. ബാക്കിത്തേനൊക്കെ ബ്രാഞ്ചസ് ആക്കി സെലക്ട് ചെയ്യുക. രണ്ടാമത്തെ പോയിന്റ് നമ്മൾ റൂളിൽ ശ്രദ്ധിക്കേണ്ടത്, നമ്പറിംഗ് ഷുഡ് ബി ഡൺ ഇൻ സച്ച് വേ ദാറ്റ് ദ ബ്രാഞ്ച്ഡ് കാർബൺ ആറ്റം ഷുഡ് ഗെറ്റ് ലോവസ്റ്റ് നമ്പർ എയ്തർ ഫ്രം റൈറ്റ് ഓർ ലെഫ്റ്റ്. അപ്പോൾ നമ്മൾ നേരത്തെ പേര് കൊടുത്തപ്പോൾ പൊസിഷൻ നമ്പർ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ഞാൻ റൈറ്റിൽ നിന്നും നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു 1 2 3, ലെഫ്റ്റിൽ നിന്നും 1 2 3 4 കൊടുത്തു. അപ്പോൾ നമ്മൾ അതിൽ ഏതായിരുന്നു സെലക്ട് ചെയ്തത്? ലോവസ്റ്റ് നമ്പർ ആയിരുന്നു സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ബ്രാഞ്ചിന് നമ്പർ കൊടുക്കുമ്പോൾ, പൊസിഷൻ നമ്പർ കൊടുക്കുമ്പോൾ എപ്പോഴും ലോവസ്റ്റ് നമ്പർ ആയിരിക്കണം സെലക്ട് ചെയ്യേണ്ടത്. അത് ലെഫ്റ്റിൽ നിന്നായാലും കുഴപ്പമില്ല, റൈറ്റിൽ നിന്നായാലും കുഴപ്പമില്ല, ലോവസ്റ്റ് നമ്പർ മാത്രമേ സെലക്ട് ചെയ്യാൻ പാടുള്ളൂ. ഇനി മൂന്നാമത്തെ പോയിന്റ്, സ്മോൾ ബ്രാഞ്ച് അറ്റാച്ച്ഡ് ടു ദ മെയിൻ ചെയിൻ. ഏതാണോ സ്മോൾ ബ്രാഞ്ച് നമ്മൾ ആ ഒരു മെയിൻ ചെയിനോട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്, അതാണ് നമ്മുടെ ബ്രാഞ്ച് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? അതിനെ നമ്മൾ ആൽക്കൈൽ ഗ്രൂപ്പ്സ് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൽക്കൈൽ ഗ്രൂപ്പ് ആൽക്കൈൽ റാഡിക്കലാണ്. സോ ആൽക്കൈൽ ഗ്രൂപ്പിന് നമ്മൾ പേര് കൊടുക്കുമ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്താണ് കൊടുക്കുക? YL ആണ് കൊടുക്കുക. വേർഡ് റൂട്ടിൻ്റെ ഒപ്പം YL ചേർത്തിട്ടാണ് അതിന് ബ്രാഞ്ചിന് പേര് കൊടുക്കുന്നുണ്ടായിരിക്കുക. ഓക്കെ. ദെൻ ലാസ്റ്റ് റൂൾ എന്ന് പറയുന്നത്, വൈൽ റൈറ്റിംഗ് ദ IUPAC നെയിം എഴുതുമ്പോൾ എ ഹൈഫൻ ഈസ് യൂസ്ഡ് ടു സെപ്പറേറ്റ് ന്യൂമറൽസ് ആൻഡ് ആൽഫബറ്റ്. ഇപ്പം നമ്മൾ പേര് എഴുതുമ്പോഴും ഒരു നമ്പറും ആൽഫബറ്റും അടുത്ത് വരുമ്പോൾ നമ്മൾ അതിനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് എപ്പോഴും ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കണം? ഒരു ഹൈഫൺ നിർബന്ധമായിട്ടും വേണം. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പേര് കണ്ടപ്പോൾ 2-മീഥൈൽ ബ്യൂട്ടൈൻ എന്ന് പറഞ്ഞത്. ഓക്കെ. അപ്പം നമ്മളിനി ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ ഒരെണ്ണത്തിന് പേര് കൊടുക്കേണ്ടത് എങ്ങനെയാണ്? ഒരു ആൽക്കെയിൻസിനെ ബ്രാഞ്ച് വന്നാൽ, ഒരു സിംഗിൾ ബ്രാഞ്ച് വന്നാൽ പേര് കൊടുക്കുന്നത് എങ്ങനെയാണ് കണ്ടു. അപ്പം ഈ ബ്രാഞ്ചുകൾ വന്നാൽ നമ്മൾ പേര് കൊടുക്കാനും കൂടി ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. മീഥൈൽ, അതായത് ഒരു CH3 ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ, ബ്രാഞ്ചിൽ ഒരു കാർബൺ ആറ്റം ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മളതിനെ മീഥൈൽ എന്ന് പറയും. ബ്രാഞ്ചിൽ പക്ഷേ 2 കാർബൺ ആറ്റം വരുവാണ് എങ്കിൽ നമ്മൾ അതിനെന്ത് പറയും? ഈഥൈൽ എന്ന് പറയും. അതായത് വേർഡ് റൂട്ട് പ്ലസ് YL ചേർത്തിരിക്കുകയാണ്. 3 കാർബൺ ആറ്റം വരുവാണെങ്കിൽ നമ്മൾ വേർഡ് റൂട്ട് പ്രൊപ്പ്, ആൽക്കൈൽ ബ്രാഞ്ച് ആയതുകൊണ്ട് ആൽക്കൈൽ റാഡിക്കലാണ്. അപ്പോൾ YL കൂടെ ചേർക്കുമ്പോൾ പ്രൊപ്പൈൽ. അങ്ങനെയാണ് അത് കംപ്ലീറ്റ് ആയിട്ട് പോയി. ഇപ്പോൾ 4 ഉണ്ടെങ്കിൽ ബ്യൂട്ടൈൽ, 5 ഉണ്ടെങ്കിൽ പെൻഡൈൽ, അങ്ങനെ പോകും കേട്ടോ. അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്ത് നോക്കാനായിട്ട്, let us examine how to write the IUPAC name of the compound given below. താഴെ കൊടുത്തിരിക്കുന്ന കോമ്പൗണ്ട് IUPAC നെയിം എഴുതാമെന്നാണ് നമ്മൾ പഠിച്ച റൂളൊക്കെ അനുസരിച്ചിട്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മളടുത്ത് പറഞ്ഞിരിക്കുന്ന നമ്പർ ഓഫ് കാർബൺ ആറ്റം ഇൻ ദ മെയിൻ ചെയിൻ. മെയിൻ ചെയിനിൽ എത്ര കാർബൺ ആറ്റം ഉണ്ടെന്ന് കണ്ടുപിടിക്കാനാണ്. അപ്പം നമ്മൾ എണ്ണി നോക്കുക, അതിൽ മൊത്തം ഏതാണ് മെയിൻ ചെയിൻ, ലോങ്ങസ്റ്റ് ചെയിൻ ഏതാണ്. അപ്പം നമുക്ക് നോക്കുമ്പോൾ ഇതിനെ ലോങ്ങസ്റ്റ് ചെയിൻ ആയിട്ട് എടുക്കുക. അതായത് 1 2 3 4 5 5 കാർബൺ ആറ്റം ഉണ്ട്. അപ്പോൾ ഇത് ബ്രാഞ്ചായിട്ട് വരും. ഇതാണ് ഒരു ചാൻസ്. അത് കൂടാണ്ട് നമുക്ക് എങ്ങനെയും എടുക്കാം, ഇങ്ങനെയും എടുക്കാം അല്ലേ? കാരണം ഇത് 1 2 3 4 5 അപ്പോൾ സെയിം ആണ്. സ്ട്രെയിറ്റ് ആയിട്ട് എടുത്താലും ഇങ്ങനെ എടുത്താലും രണ്ടും 5 തന്നെയാണ് വരുന്നത്. സോ എങ്ങനെ വേണമെങ്കിലും എടുക്കാം. നമുക്കിപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് എടുക്കുമ്പോഴാണ് കംഫർട്ടബിലിറ്റി കൂടുതൽ നമുക്ക് മനസ്സിലാക്കാനുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. ഇങ്ങനെ എടുത്താലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇത് ബ്രാഞ്ചായിട്ട് വരുന്നു മാത്രം. അല്ല നേരത്തെ നമ്മൾ സ്ട്രെയിറ്റ് ചെയിൻ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതായിരിക്കും ബ്രാഞ്ച് വരിക. അത് എപ്പോഴും ശ്രദ്ധിച്ചാൽ മതി. അപ്പം മൊത്തം മെയിൻ ചെയിൻ എന്ന് പറയുന്നത് നമ്മൾ ഇതായിട്ട് സെലക്ട് ചെയ്യുകയാണെങ്കിൽ അതിൽ എത്ര കാർബൺ ആറ്റം ഉണ്ടെന്നാണ് പറഞ്ഞാൽ നമ്മൾ 1 2 3 4 5 5 കാർബൺ ആറ്റം. ഓക്കെ. വേർഡ് റൂട്ട് എന്താ വന്നിരിക്കുന്നതിൻ്റെ? വേർഡ് റൂട്ട് വന്നിരിക്കുന്നത് 5 വരുമ്പോൾ എന്ത് വരും? വേർഡ് റൂട്ട് പെൻറ്റ്. വേർഡ് റൂട്ട് വരിക പെൻറ്റ് എന്നാണ്. സഫിക്സ് എന്ത് വരും? അതായത് സഫിക്സ് എന്ന് പറയുമ്പോൾ ഇതേത് ഹൈഡ്രോ കാർബണിൽ വരും? ആൽക്കെയിൻ ആണോ, ആൽക്കീൻ ആണോ, ആൽക്കൈൻ ആണോ? എല്ലാം സിംഗിൾ ബോണ്ടാണ്. അപ്പം ആൽക്കെയിൻ ആണ് വരിക. ആൽക്കെയിൻ വരുമ്പോൾ അതിൻ്റെ സഫിക്സ് എന്താ? ANE. അതിൻ്റെ സഫിക്സ് ANE എന്ന് വരും. അപ്പോൾ അതിൻ്റെ അത്രയും ശരി. ഇനി നെക്സ്റ്റ്, നെയിം ഓഫ് ബ്രാഞ്ചിങ് ആൽക്കൈൽ ഗ്രൂപ്പ്. ഇവിടെ ബ്രാഞ്ച് എടുക്കുന്നത് ഏതാ? CH3. അപ്പോൾ അതിൻ്റെ പേരെങ്ങനെ വരും? ഒരൊറ്റ കാർബൺ ആറ്റം ഉള്ളൂ. അപ്പം മെത്ത് പ്ലസ് YL കൂടെ ചേർക്കുമ്പോൾ മീഥൈൽ.
അപ്പോൾ അതിൻ്റെ പേര് കിട്ടി മീഥൈൽ എന്നാണ്. ഇനി പൊസിഷൻ ഓഫ് ദ ബ്രാഞ്ചിൻ്റെ പൊസിഷൻ അതെങ്ങനെ നമുക്ക് നോക്കാം. നമുക്ക് നമ്പർ റൂളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലെഫ്റ്റിൽ നിന്ന് നമ്പർ ഇട്ടാലും കുഴപ്പമില്ല, റൈറ്റിൽ നിന്ന് ഇട്ടാലും കുഴപ്പമില്ല, ചെറിയ നമ്പർ ആയിരിക്കണം. നമുക്ക് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിൽ നിന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ 1 2 ഇത് 3 ഇത് 4 5. അപ്പോൾ ലെഫ്റ്റിൽ നിന്ന് നമ്പറിങ് ഇടുമ്പോൾ 4ാമത്തേലാണ് ബ്രാഞ്ച് വരുന്നത്. ഇനി റൈറ്റിൽ നിന്ന് ഇടുമ്പോഴോ 1 2 3 4 5. അപ്പോൾ ഇതിൽ റൈറ്റിൽ നിന്ന് ഇടുമ്പോൾ 2. അപ്പോൾ കമ്പാരിറ്റീവ്ലി ചെറുതെടുക്കണം എന്നാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിരുന്നത്. അപ്പോൾ ചെറുത് ഏതാ 2. അപ്പോൾ ബ്രാഞ്ചിൻ്റെ പൊസിഷൻ നമ്മൾ ഏതായിട്ട് എടുക്കണം, 2 ആയിട്ടാണ് എടുക്കേണ്ടത്, കാരണം ചെറുത്. അപ്പോൾ ഇതിൻ്റെ പേര് മൊത്തത്തിൽ എന്ത് വരും, ആദ്യം നമ്മുടെ പേരെന്തായിരുന്നു വരണ്ടേ, നമ്മൾ പേര് കൊടുക്കുമ്പോൾ എന്തായിരുന്നു ആദ്യം നോക്കിയിട്ടുണ്ടായിരുന്നത്, പൊസിഷൻ നമ്പർ ഓഫ് ബ്രാഞ്ച് പ്ലസ് ഹൈഫൻ പ്ലസ് നെയിം ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ്, അത് കഴിഞ്ഞിട്ട് വേർഡ് റൂട്ട് പ്ലസ് സഫിക്സ്. ഇങ്ങനെയാണ് ഓർഡർ കിടക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് അതേ ഓർഡറിൽ തന്നെയാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ പേരെങ്ങനെ വരും, ആദ്യം പൊസിഷൻ നമ്പർ ഓഫ് ബ്രാഞ്ച് 2 ഹൈഫൻ ബ്രാഞ്ചിൻ്റെ പേരെന്തായിരുന്നു, മീഥൈൽ. ദെൻ എന്താണ് നമ്മുടെ ചെയിൻ്റെ പേര് പെൻറ്റ് പ്ലസ് സഫിക്സ് എന്ന് പറയുമ്പോൾ ANE. അപ്പോൾ ഈ ഒരു കോമ്പൗണ്ടിൻ്റെ പേരെന്തായി, 2-methyl pentane. കിട്ടിയോ എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നുള്ളത്, 2-methyl pentane അതാണ് അതിൻ്റെ പേര് വരിക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ടെക്സ്റ്റിൽ ഒരു ടേബിൾ തന്നിട്ട് ഇതിൽ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ അടുത്ത്. നമ്മൾ ചെയ്ത ആ ഒരു മെത്തേഡൊക്കെ വെച്ചിട്ട് നമ്മുടെ അടുത്ത് ചെയ്ത് നോക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇച്ചിരിയും കൂടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവാനും കൂടുതൽ കണക്കുകൾ ചെയ്ത് ആ ഒരു ഇത് ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ കോമ്പൗണ്ട് നമുക്കൊന്ന് ജസ്റ്റ് ചെയ്ത് നോക്കാം. ആദ്യത്തേൽ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഇൻ ലോങ്ങസ്റ്റ് ചെയിനിൽ എത്ര കാർബൺ ആറ്റം ഉണ്ടെന്ന് കണ്ടുപിടിക്കാനാണ് പറയണേ. അപ്പോൾ നമ്മളതിൽ ലോങ്ങസ്റ്റ് ചെയിൻ കണ്ടുപിടിക്കും. നമുക്കിത് നേരത്തെ പോലെ സ്ട്രെയിറ്റ് ആയിട്ടോ എല്ലായിട്ടോ കണ്ടുപിടിക്കാം. അപ്പോൾ ഇതിൽ നോക്കുമ്പോൾ ഞാൻ സ്ട്രെയിറ്റ് ചെയിൻ ആയിട്ട് തന്നെയാണ് എടുക്കുന്നത്. ഇതാണ് ലോങ്ങസ്റ്റ് ചെയിൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ലോങ്ങസ്റ്റ് ചെയിൻ ആയിട്ട് ഇത് കൺസിഡർ ചെയ്താൽ ഇത് ബ്രാഞ്ചാണ്. അപ്പോൾ അതിൻ്റെ പേരെന്ത് കിട്ടി, എത്ര എണ്ണം ഉണ്ടെന്നാണ് ചോദിച്ചാൽ നമ്പർ ഓഫ് കാർബൺ ആണ്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യാണ്, ഇത് 1 ഇത് 2 ഇത് 3 ഇത് 4 5 6. ഇപ്പോൾ ലോങ്ങസ്റ്റ് ചെയിനിൽ എത്ര കാർബൺ ആറ്റം ഉണ്ട്, 6 എണ്ണം. അപ്പോൾ നമ്മൾ 6 ഫില്ല് ചെയ്തു. നെക്സ്റ്റ് നെയിം ഓഫ് ബ്രാഞ്ചിൻ്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ബ്രാഞ്ച് CH3 ആണ്. അപ്പോൾ അതിൻ്റെ പേരെന്താണ്, മീഥൈൽ എന്നാണ് പേര്. ഓക്കെ, മീഥൈൽ എന്ന് പേര് വന്നു. ഇനി പൊസിഷൻ ഓഫ് ബ്രാഞ്ചിൻ്റെ പൊസിഷൻ. അപ്പോൾ നമ്മൾ ഓൾറെഡി ലെഫ്റ്റിൽ നിന്ന് നമ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റൈറ്റിൽ നിന്ന് നമ്പർ ഇടുമ്പോൾ എത്ര വരും, 1 2 3 4 5 6. അപ്പോൾ റൈറ്റിൽ നിന്ന് നമ്പർ ഇടുമ്പോൾ 5ഉം ലെഫ്റ്റിൽ നിന്ന് നമ്പർ ഇടുമ്പോൾ 2 ആണ് വരിക. അപ്പോൾ എപ്പോഴും ചെറുതെടുക്കണം എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏതായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുക, 2. അപ്പോൾ നമ്മളിവിടെ പൊസിഷൻ ഓഫ് ബ്രാഞ്ച് 2 ആയിട്ട് കൊടുത്തു. അപ്പോൾ അതിൻ്റെ പേരെങ്ങനെ വരും, ആദ്യം നമ്മൾ പൊസിഷൻ കൊടുക്കണം. അപ്പോൾ 2 ദെൻ ഹൈഫൻ ദെൻ ബ്രാഞ്ചിൻ്റെ പേര് മീഥൈൽ. അടുത്തത് ലോങ്ങസ്റ്റ് ചെയിൻ ഇവിടെ 6 എണ്ണം ഉള്ളതാണ്. അപ്പോൾ 6 എണ്ണം വരുമ്പോൾ സിംഗിൾ ബോണ്ടും വരുവാണെങ്കിൽ നമ്മൾ എന്ത് പറയും, ഹെക്സെയിൻ. അപ്പോൾ പേര് കിട്ടിയില്ലേ, 2-methyl hexane എന്നാണ് അതിൻ്റെ പേര് വരിക. ഇനി രണ്ടാമത്തെ കോമ്പൗണ്ട് CH3 CH2 CH3 എന്നും ബ്രാഞ്ചായിട്ട് CH3 വരച്ചിട്ടുണ്ട്. ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് അതിനുള്ളത് നമുക്ക് ലോങ്ങസ്റ്റ് ചെയിൻ ആയിട്ട് എടുക്കാം. ഇതിനെ ബ്രാഞ്ചായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇതിൽ ലോങ്ങസ്റ്റ് ചെയിനിൽ എത്ര കാർബൺ ആറ്റം ഉണ്ട് ചെക്ക് ചെയ്യുമ്പോൾ, ഇത് 1 2 3 4 കാർബൺ ആറ്റം ഉണ്ട്. അപ്പം നമ്മൾ 4 എന്ന് എഴുതി. ബ്രാഞ്ചിൻ്റെ പേര് ഒരു CH3 ആണ്. അപ്പോൾ പേരെന്തായിരുന്നു, മീഥൈൽ എന്നാണ്. കൂടുതലും
മീഥൈലാണ് വരുള്ളൂ. ഈഥൈൽ വരുവാണെങ്കിൽ ഈഥൈൽ വരാൻ സാധ്യത വളരെയധികം കുറവാണ്. എന്നാൽ നമുക്കത് ഉപയോഗിക്കാം. കൂടുതലും മീഥൈലാണ് വന്ന് കാണാറ്. അപ്പോൾ മീഥൈൽ. നെക്സ്റ്റ് പൊസിഷൻ ഓഫ് ബ്രാഞ്ചിൻ്റെ പൊസിഷൻ. അപ്പം നമ്മൾ ലെഫ്റ്റിൽ നിന്ന് നമ്പർ ഇട്ടപ്പോൾ 3 ആണ് ബ്രാഞ്ചിൻ്റെ പൊസിഷൻ. നമ്മൾ റൈറ്റിൽ നിന്ന് നമ്പർ ഇട്ട് കൊടുക്കുമ്പോഴോ റൈറ്റിൽ നിന്ന് കൊടുക്കുമ്പോൾ 1 2 3 4. അപ്പോൾ റൈറ്റിൽ നിന്ന് ഇടുമ്പോൾ 2ഉം ലെഫ്റ്റിൽ നിന്ന് ഇടുമ്പോൾ 3ഉം ആണ് വരിക. അപ്പോൾ നമ്മൾ ചെറുതെടുക്കുമ്പോൾ ഏതെടുക്കണ്ടേ? ചെറുതെടുക്കുമ്പോൾ 2 ആണ് എടുക്കേണ്ടത്. അപ്പോൾ 2 എടുക്കുമ്പോൾ പേരെന്ത് വരും? പൊസിഷൻ നമ്പർ 2 കൊടുത്തു. അപ്പോൾ പേര് വരുമ്പോൾ 2 മീഥൈൽ, അതായത് ബ്രാഞ്ചിൻ്റെ പേര്, പ്ലസ് 4 വരുമ്പോൾ ബ്യൂട്ട്, എയിൻ സഫിക്സ് ചേർത്തു. അങ്ങനെയാണ് അതിൻ്റെ പേര് വരിക. എന്ത് വരും? 2 മീഥൈൽ ബ്യൂട്ടെയിൻ. ഓക്കെ. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ഇതിൻ്റെ സ്ട്രക്ചറാണ് നമ്മൾ നോക്കണത്. മൂന്നാമത്തെ സ്ട്രക്ചർ വരയ്ക്കാമെന്ന് പറയുമ്പോൾ അതിൽ ലോങ്ങസ്റ്റ് ചെയിൻ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ നേരത്തെ കണ്ടതിനേക്കാൾ ഇത്രയും കൂടെ വ്യത്യസ്തമായിട്ട് നമ്മൾ 3 രീതിയിൽ ചിന്തിക്കാനുണ്ട്. മറ്റേതൊക്കെ നമുക്ക് സ്ട്രെയിറ്റ് ചെയിൻ ഡയറക്റ്റായിട്ട് എടുത്താൽ മതിയായിരുന്നു. പക്ഷേ ഇവിടെ നമ്മൾ ആ സ്ട്രെയിറ്റ് ചെയിൻ മാത്രമല്ല കൺസിഡർ ചെയ്യേണ്ടത്, നമ്മളെല്ലാം എണ്ണി നോക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ നോക്കുമ്പോൾ ഇതാണ് വരിക. അതിലെത്ര എണ്ണം വരും? 1 2 3 4 5 5 വരുന്ന ലോങ്ങസ്റ്റ് ചെയിൻ. ഇനി അതിലും കൂടുതൽ ഉണ്ടോ എന്നും കൂടെ നമ്മൾ ചെക്ക് ചെയ്യണം. ഇനിയുള്ള പോസിബിൾ ഏതാണ്? ഇങ്ങനെ ഒരെണ്ണം ഉണ്ട് അല്ലേ, അത് ചെക്ക് ചെയ്ത് നോക്കാം. അതിലെത്ര കാർബൺ ഉണ്ട്? 1 2 3 3 ഉണ്ട്. അപ്പോൾ അതെന്തായാലും ഇതല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഇനിയുള്ളത് ഏതാ? ഇനി ഇങ്ങനെ വരയ്ക്കണത്, ഈ ഒരു സ്ട്രക്ചറും കൂടെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാനുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ അതിലെത്ര ഉണ്ടെന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇത് 1 ഇത് 2 3 4 5 6 അങ്ങനെ മൊത്തം 6 വരുന്നുണ്ട്. അപ്പോൾ അതിനർത്ഥം ഏതാണ് ലോങ്ങസ്റ്റ് ചെയിൻ എന്ന് പറയുന്നത്? ഇതാണ് ലോങ്ങസ്റ്റ് ചെയിൻ. 6 വരുന്നു, 6 കാർബൺ ആറ്റം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ബോക്സിൽ നമ്മൾ 6 എന്ന് എഴുതി. ഇനി നെയിം ഓഫ് ബ്രാഞ്ച് ഇവിടെ ഏതാ വരിക? ഇതാണ് ബ്രാഞ്ച് വരിക അല്ലേ. അപ്പോൾ ബ്രാഞ്ച് അത് വരുമ്പോൾ ബ്രാഞ്ചിൻ്റെ പേര് CH3 ആയതുകൊണ്ട് നമ്മൾ ഇത്രയും നേരം CH3 തന്നെ പേര് മാറ്റുന്നില്ല. സോ നമ്മൾ പേരെന്ത് വരും? മീഥൈൽ എന്ന് തന്നെ വരും. അപ്പോൾ ബ്രാഞ്ചിൻ്റെ പേര് നമ്മൾ മീഥൈൽ എന്ന് കൊടുത്തു. പൊസിഷൻ ഓഫ് ബ്രാഞ്ചിൻ്റെ പൊസിഷൻ നമ്മൾ 2 സൈഡിൽ നിന്ന് ഇട്ട് കൊടുക്കുക നമ്പർ. ഇവിടെ നിന്ന് ഇട്ട് കൊടുക്കുമ്പോൾ 1 2 3 മൂന്നാമത്തേതിലാണ് ബ്രാഞ്ച് വരുന്നത്. ഞാൻ എല്ലാം എഴുതുന്നില്ല, ജസ്റ്റ് 3 എഴുതാം. ബ്രാഞ്ച് വരുന്നിടത്ത് വരെ നിൽക്കുകയാണ്. ഇവിടെ നിന്ന് എണ്ണുമ്പോഴോ 1 2 3 4 നാലാമത്തേലാണ്. അപ്പോൾ കമ്പാരിറ്റീവ്ലി ചെറുത് ഏതാ? 3 ആണ്. അപ്പോൾ നമ്മൾ ഏതെടുക്കണം? ചെറുതെടുക്കണം. അപ്പോൾ 3. അപ്പോൾ അതിൻ്റെ പേരെന്ത് വരും? 3 മീഥൈൽ, 3 ഹൈഫൻ മീഥൈൽ. 6 നമ്മുടെ വലിയ ചെയിൻ, ലോങ്ങസ്റ്റ് ചെയിനിൽ വരുന്നത്. അപ്പോൾ 6 എന്ന് പറയുമ്പോൾ അതിൻ്റെ വേർഡ് റൂട്ട് എന്താ വരുന്നത്? എന്ന് പറയുമ്പോൾ അതിൻ്റെ വേർഡ് റൂട്ട് എന്ത് വരും? ഹെക്സ് വരും. സോ നമ്മുടെ സഫിക്സ് ANE എന്നും കൂടെ ചേർക്കുമ്പോൾ പേരെന്ത് വരുന്നു? 3 മീഥൈൽ ഹെക്സെയിൻ എന്നാണ് ഇതിൻ്റെ പേര് വരിക. ഓക്കെ. ഇനി നമ്മുടെ ലാസ്റ്റത്തെ കോമ്പൗണ്ടിൻ്റെ പേരും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് പഠിക്കാം. ലാസ്റ്റത്തെ കോമ്പൗണ്ടിൻ്റെ പേര് ഇതേപോലെ ആദ്യം നമ്മൾ കണ്ടുപിടിക്കുന്നത് ലോങ്ങസ്റ്റ് ചെയിൻ ആണ്. ലോങ്ങസ്റ്റ് ചെയിൻ ഏത് വരും? ഇതെടുക്കുകയാണെങ്കിൽ 1 2 3 4 5 5 വരും. ഇനി ഇത് എടുക്കണമെന്നുണ്ടെങ്കിലോ 1 2 3 4 5 5 തന്നെ. ഇങ്ങോട്ട് എടുക്കുകയാണെങ്കിലും 5 തന്നെ. അപ്പം എങ്ങനെ എടുത്താലും 5 ആയതുകൊണ്ട് നമുക്ക് ഏതെടുത്താലും പ്രശ്നമില്ല. അപ്പം ഞാൻ ഈ ഒരൊറ്റ സ്ട്രെയിറ്റ് ചെയിനായിട്ടാണ്, നമുക്ക് അങ്ങനെ വരുവാണെങ്കിൽ നമ്മൾ സ്ട്രെയിറ്റ് ചെയിൻ എടുക്കുന്നതാണ് എപ്പോഴും വരയ്ക്കാനോ നമുക്ക് എഴുതാനും ഇത്തിരി കൂടെ എളുപ്പമുണ്ടാവുക. അപ്പോൾ കൺഫ്യൂഷനൊന്നും വരില്ലല്ലോ. അപ്പം നമ്മൾ സ്ട്രെയിറ്റ് ചെയിൻ എടുത്തു. അതിൽ എത്ര കാർബൺ ഉണ്ട്? 1 2 3 4 5 5 ഉണ്ട്. അപ്പം നമ്മൾ ലോങ്ങസ്റ്റ് ചെയിനിൽ 5 കാർബൺ ഉണ്ടെന്ന് എഴുതി. ബ്രാഞ്ചിൻ്റെ പേര് അപ്പം നേരത്തെ ഒക്കെ നമ്മൾ മീഥൈല കണ്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ ബ്രാഞ്ചിൻ്റെ എത്രയാണ്? 2 കാർബൺ ആറ്റം വരുന്നുണ്ട്. അപ്പോൾ 2 കാർബൺ ആറ്റം വരുമ്പോൾ നമ്മൾ പേര് കൊടുക്കുമ്പോൾ എന്തെന്നാ പറഞ്ഞാൽ നേരത്തെ ഒരു ബോക്സിൽ നമ്മൾ പേര് കണ്ടിട്ടുണ്ടായിരുന്നു.
2 കാർബൺ ആറ്റം ബ്രാഞ്ചിൽ വന്നാൽ നമ്മൾ പേര് കൊടുക്കുന്നത് ഈഥൈൽ എന്നാണ് അല്ലേ. എന്താ കൊടുക്കുക? ഈഥൈൽ എന്നാണ്. അപ്പോൾ ഇവിടെ എന്ത് വരണം? ബ്രാഞ്ചിൻ്റെ പേര് ഈഥൈൽ എന്ന് വരും. അപ്പോൾ ബ്രാഞ്ചിൻ്റെ പേര് നമ്മൾ ഈഥൈൽ എന്ന് കൊടുത്തു. ഇനി നെക്സ്റ്റ് പൊസിഷൻ ഓഫ് ബ്രാഞ്ച്. ബ്രാഞ്ചിൻ്റെ പൊസിഷൻ എത്രയാണ്? അപ്പോൾ പൊസിഷൻ ചെക്ക് ചെയ്യുമ്പോൾ 1 2 3 4 5. ലെഫ്റ്റിൽ നിന്ന് നമ്മൾ 3 ആണ് വരുന്നത്. ഇനി റൈറ്റിൽ നിന്ന് ഇടുമ്പോൾ 1 2 3 4 5. അപ്പോൾ ലെഫ്റ്റിൽ നിന്നും റൈറ്റിൽ നിന്നും ചെയ്തപ്പോൾ നമുക്ക് പൊസിഷൻ എത്ര തന്നെയാണ് വന്നത്? 3 തന്നെയാണ് വന്നത്. സെയിം ആയിരുന്നു കിട്ടി. അപ്പോൾ നമ്മൾ പൊസിഷൻ നമ്പർ 3 എടുത്തു. അപ്പോൾ ഇതിൻ്റെ പേര് എന്ത് വരും? IUPAC നെയിം വരുമ്പോൾ 3- ഈഥൈൽ. ഈഥൈൽ. ഇനി മെയിൻ ചെയിൻ 5 എണ്ണമാണ്. സോ വേർഡ് റൂട്ട് പെൻഡ്, സഫിക്സ് ANE. അപ്പോൾ മൊത്തം പേര് എന്ത് വരും? 3- ഈഥൈൽ പെൻഡെയിൻ എന്ന് വരും. ഓക്കെ അല്ലേ ഇത്രയും? അപ്പം നമ്മൾ ബ്രാഞ്ച്ഡ് ആയിട്ടുള്ള ആൽക്കെയിൻസിൻ്റെ പേര് കൊടുക്കാൻ പഠിച്ചില്ലേ? ഇനി നമുക്ക് ഇത്രയും നേരം പഠിച്ചതിൻ്റെ ജസ്റ്റ് 2-3 ക്വസ്റ്റ്യൻസ് ആയിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ശരി, നമ്മൾ പഠിച്ചത് ഓർമ്മയുണ്ടോ, ശരിയല്ലേ എന്നൊക്കെ. അപ്പോൾ ആദ്യത്തെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ വേർഡ് റൂട്ട്. വേർഡ് റൂട്ട് കണ്ടുപിടിക്കാനാണ്. ഇത് ബ്രാഞ്ചാണ്. അപ്പോൾ വേർഡ് റൂട്ട് കണ്ടുപിടിക്കാനാണ് പറയുന്നത് മെയിൻ ചെയിൻ്റെ. അപ്പോൾ ഇതാണ് നമ്മൾ ഏതാണ് മെയിൻ ചെയിൻ എന്ന് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതാണ് മെയിൻ ചെയിൻ എന്ന് കിട്ടും. അപ്പോൾ മെയിൻ ചെയിൻ്റെ വേർഡ് റൂട്ട് എത്ര കാർബൺ ഉണ്ട്? 1 2 3 1 2 3 4 5 6. അപ്പോൾ 6 കാർബൺ ആറ്റം വരുമ്പോൾ അതിൻ്റെ വേർഡ് റൂട്ട് എന്താ വരിക? 6 കാർബൺ വരുമ്പോൾ വേർഡ് റൂട്ട് ഹെക്സ്. ഓക്കെ, ഇത് വേർഡ് റൂട്ട് കൊടുക്കുന്നതിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ മീൻസ് ഹൈഡ്രോ കാർബണിൻ്റെ ബേസ് ആയിട്ടുള്ള കാര്യം നമ്മൾ പേര് കൊടുക്കുമ്പോഴൊക്കെ എല്ലാത്തിനും, അതിപ്പോൾ ഏത് ഹൈഡ്രോ കാർബൺ പഠിക്കുമ്പോഴും ഉള്ളത്. അപ്പോൾ അത് ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഷോർട്സിലേക്ക് എടുക്കുന്നുണ്ട്. അത് ചെക്ക് ചെയ്താൽ മനസ്സിലാവും കേട്ടോ. അപ്പോൾ 6 കാർബൺ ആറ്റം ഉണ്ടെങ്കിൽ നമുക്ക് ഹെക്സ് എന്ന് പേര് കൊടുക്കാൻ പറ്റും. ഇനി അതിൻ്റെ ബ്രാഞ്ച് ഇതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത് വേർഡ് റൂട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹെക്സ് എന്ന് കൊടുത്തു. ഓക്കെ, അത് കഴിഞ്ഞു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, നെയിം ദ ആൽക്കൈൽ ഗ്രൂപ്പ് CH2CH3. ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഏതിനെയാണ് നമ്മൾ പറയുക? ആൽക്കൈൽ റാഡിക്കൽ അല്ലെങ്കിൽ ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമ്മൾ ബ്രാഞ്ച്ഡ് ആയിട്ടുള്ള കാർബൺ ആറ്റത്തിനെയാണ് പറയുക. അപ്പോൾ CH2CH3 എന്ന് പറയുമ്പോൾ അതിൽ എത്ര കാർബൺ ആറ്റം ഉണ്ട്? 2 കാർബൺ ആറ്റം ഉണ്ട്. അപ്പോൾ 2 കാർബൺ ആറ്റം ഉണ്ടെങ്കിൽ നമ്മൾ അതിന് എന്ത് പേര് പറയും? വേർഡ് റൂട്ട് എത്ത്. അതിനൊപ്പം Y എല്ലാം കൂടെ ചേർക്കുമ്പോൾ അതിൻ്റെ പേരെന്ത് വരും? ഈഥൈൽ എന്ന് വരും. മനസ്സിലായോ? അപ്പം ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ പേരെന്താ? ഈഥൈൽ. അടുത്ത ക്വസ്റ്റ്യൻ ഫിൽ ഇൻ ദ ബ്ലാങ്കിൽ വരുന്നതാണ്. പൊസിഷൻ നമ്പർ ഓഫ് ബ്രാഞ്ച്. നമ്മൾ പേര് കൊടുക്കാനായിട്ട് ഒരു ഇത് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ അതിൽ പൊസിഷൻ നമ്പർ ഓഫ് ബ്രാഞ്ച് കഴിഞ്ഞാൽ ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ പേരിൻ്റെ ഇടയിൽ മസ്റ്റായിട്ട് എന്ത് വേണമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഹൈഫൻ വേണമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ? അതാണ് അവിടെ വിട്ടുപോയിട്ടുണ്ടായത്. അത് ഫില്ല് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. പ്ലസ് വേർഡ് റൂട്ട് പ്ലസ് സഫിക്സ് ANE. അടുത്ത മുന്നത്തെ പഠിച്ചിട്ട് ഇത് അറ്റൻഡ് ചെയ്താലും പ്രശ്നമില്ലാത്തതാണ്. ഇനി നമ്പറിങ്, അടുത്തൊരു ഇത്, നമ്പറിങ് ഷുഡ് ബി ഡൺ ഇൻ സച്ച് വേ ദാറ്റ് ദ ബ്രാഞ്ച്ഡ് കാർബൺ ആറ്റം ഷുഡ് ഗെറ്റ് ഡാഷ് നമ്പർ എയ്തർ ഫ്രം റൈറ്റ് ഓർ ലെഫ്റ്റ്. നമ്മൾ ലെഫ്റ്റിന്നോ റൈറ്റിന്നോ നമ്പറിങ് കൊടുക്കുമ്പോൾ ബ്രാഞ്ച്ഡ് ചെയിന് ഏത് നമ്പർ കിട്ടണം എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്? ചെറിയ നമ്പർ കിട്ടണം എന്നാണ് അല്ലേ? അപ്പോൾ ചെറിയ നമ്പർ എന്ന് പറയുമ്പോൾ ലോവസ്റ്റ് നമ്പർ കിട്ടണം, ഏറ്റവും ചെറുതായിരിക്കണം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മളത് പഠിച്ചതൊന്ന് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് അത് ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ അടുത്ത നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് സ്ട്രക്ചർ വരയ്ക്കാനാണ്. ഓക്കെ, സ്ട്രക്ചർ ഫോർ 2-methyl ബ്യൂട്ടൈനും 2-methyl പ്രൊപ്പൈനും, രണ്ടെണ്ണത്തിനും സ്ട്രക്ചർ വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത്ര നേരം പേര് കൊടുക്കാനാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് എങ്ങനെ സ്ട്രക്ചർ വരയ്ക്കാം എന്നും കൂടി നമുക്ക് നോക്കി നോക്കാം. എങ്ങനെയാണ് സ്ട്രക്ചർ വരയ്ക്കുന്നത്? അപ്പോൾ നമുക്ക് സ്ട്രക്ചർ വരയ്ക്കാനുള്ള രണ്ടെണ്ണത്തിൻ്റെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് 2-methyl ബ്യൂട്ടൈൻ്റെയും 2-methyl പ്രൊപ്പൈൻ്റെയും. ഹൈഫണിച്ചിട്ട് നീട്ടി വരയ്ക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ 2-methyl ബ്യൂട്ടൈൻ. അപ്പോൾ നമ്മൾ സ്ട്രക്ചർ വരയ്ക്കുമ്പോൾ എപ്പോഴും മെയിൻ ചെയിനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം.
ഓക്കെ, അപ്പോൾ മെയിൻ ചെയിൻ എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ ആരാ? ബ്യൂട്ടെയിൻ ആണ് അല്ലേ മെയിൻ ചെയിൻ. അപ്പോൾ ബ്യൂട്ടെയിൻ എന്ന് പറയുമ്പോൾ എത്ര കാർബൺ ഉണ്ട്? ബ്യൂട്ട് എന്ന് പറയുമ്പോൾ 4 കാർബണാണുള്ളത്. അപ്പോൾ നമ്മൾ 4 കാർബൺ ആദ്യം വരച്ചു. ഓക്കെ, 4 കാർബൺ വരച്ചു. ഈ 4 കാർബൺ കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ ഇനി സിംഗിൾ ബോണ്ടാണോ ഡബിൾ ബോണ്ടാണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. അപ്പോൾ ബ്യൂട്ടെയിൻ ആണ്. അപ്പോൾ ANE വരുമ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? എല്ലാം സിംഗിൾ ബോണ്ടാണ്. അപ്പോൾ നമ്മൾ സിംഗിൾ ബോണ്ട് വരച്ചു കൊടുക്കുക എല്ലാത്തിലും. ഓക്കെ, എല്ലാത്തിലും സിംഗിൾ ബോണ്ട് വരച്ചു. ഇനി നെക്സ്റ്റ് എന്താണ്? ഇനി നമുക്ക് ബ്രാഞ്ചിനെ വരയ്ക്കാം. ബ്രാഞ്ചിന് നമ്മൾ ആരാ പറഞ്ഞിരിക്കുന്നത്? ബ്രാഞ്ച് മീഥൈലാണ്. അപ്പോൾ മീഥൈൽ എവിടെ വരയ്ക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ പൊസിഷൻ കിട്ടണം. പൊസിഷൻ എവിടെയാണ്? 2 ആണ്. അപ്പോൾ നമ്മൾ ലെഫ്റ്റിൽ നിന്ന് കൊടുത്താലോ റൈറ്റിൽ നിന്ന് കൊടുത്താലോ ഒന്നും പ്രശ്നമില്ല. അപ്പോൾ ഇവിടെ പൊസിഷൻ നമ്പർ കൊടുക്കുമ്പോൾ 1 2 3 4. അപ്പോൾ ഞാൻ രണ്ടാമത്തേൻ്റെ താഴത്തേക്ക് ബ്രാഞ്ച് വരച്ചു. മീഥൈൽ എന്ന് പറഞ്ഞ ഒരു കാർബൺ ആറ്റം ഉള്ളൂ. അപ്പോൾ CH3. ഓക്കെ, CH3. അപ്പോൾ നമ്മൾ ബ്രാഞ്ച് വരച്ചു. ഇനി നമ്മൾ കഴിഞ്ഞോ നമ്മുടെ സ്ട്രക്ചർ വരച്ച്? ഇല്ല. ഇനി നമ്മൾ ഹൈഡ്രജനെ കൂടെ ഫില്ല് ചെയ്ത് കൊടുക്കണം. അല്ല, നമ്മൾ വെറുതെ കാർബൺ മാത്രം വരച്ചിട്ടുണ്ടായിരുന്നു. ഹൈഡ്രജൻ ഫില്ല് ചെയ്യുമ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഹൈഡ്രജൻ ഫില്ല് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ബോണ്ടുകളൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ആകെ ഒരു ബോണ്ടേ ഉള്ളൂ. അപ്പോൾ ബാക്കി 3 നമ്മൾ ഹൈഡ്രജൻ വെച്ച് ഫില്ല് ചെയ്തു. ഇവിടെ 1 2 3 ബോണ്ട് ഉണ്ട്. അപ്പം ഇനി എത്ര ഹൈഡ്രജൻ മതി? 1 ഹൈഡ്രജൻ മതി. ഇനി ഇവിടെയോ? ഇവിടെ ഈ കാർബൺ, മൂന്നാമത്തെ കാർബണ് ലെഫ്റ്റിലും റൈറ്റിലും ബോണ്ട് ഉണ്ട്. അപ്പോൾ 2 ഉണ്ട്. ഇനി എത്ര ഹൈഡ്രജൻ വേണം? 2. കാരണം ബാലൻസി കാർബണിൻ്റെ 4 ആണല്ലോ. ഇനി ലാസ്റ്റത്തെ കാർബൺ ഒരു ബോണ്ടേ ഉള്ളൂ. അപ്പോൾ ബാക്കി 3 നമ്മൾ ഹൈഡ്രജൻ വെച്ച് ഫില്ല് ചെയ്യും. ഇതാണ് ഇതിൻ്റെ 2-methyl butane സ്ട്രക്ചർ. കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്ത് നമ്മൾ വരയ്ക്കാൻ പോകുന്ന 2-methyl propane സ്ട്രക്ചറാണ്. അപ്പോൾ നമ്മൾ ഇത് വരച്ച അതേ ഓർഡറിൽ തന്നെ അതും വരയ്ക്കും. ആദ്യം നമ്മൾ വരയ്ക്കാൻ പോകുന്നത് പ്രൊപ്പെയിൻ ആണ്. അപ്പോൾ പ്രൊപ്പെയിൻ എന്ന് പറയുമ്പോൾ എത്ര എണ്ണം വരും? 3 വരും. അപ്പോൾ 3 കാർബണ് നമ്മൾ ആദ്യം വരച്ചു. 3 കാർബൺ വരച്ച് കഴിഞ്ഞാൽ പിന്നെ ചെക്ക് ചെയ്യേണ്ടത് എന്താ? നമുക്ക് ഡബിൾ ബോണ്ടാണോ ട്രിപ്പിൾ ബോണ്ടാണോ സിംഗിൾ ബോണ്ടാണോ ചെക്ക് ചെയ്യും. പെയിനെയാണ് കിടക്കുന്നത്. അപ്പോൾ സിംഗിൾ ബോണ്ടാണ് എല്ലാത്തിലും വരുന്നത്. അപ്പോൾ നമ്മൾ സിംഗിൾ ബോണ്ട് എല്ലാ കാർബണിൻ്റെ ഇടയിലും ഫില്ല് ചെയ്തു. നെക്സ്റ്റ് സിംഗിൾ ബോണ്ട് കഴിഞ്ഞാൽ പിന്നെ ബ്രാഞ്ച് എവിടെയാണെന്ന് ചെക്ക് ചെയ്യുക. ബ്രാഞ്ച് രണ്ടാമത്തെ കാർബൺ ആറ്റത്തുമ്മയാണ്. അപ്പോൾ നമ്മൾ ലെഫ്റ്റിൽ നിന്ന് നമ്പർ ഇട്ട് കൊടുത്താലും റൈറ്റിൽ നിന്ന് നമ്പർ ഇട്ട് കൊടുത്താലും രണ്ടാമത്തെ പൊസിഷൻ സെയിം ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? എവിടെയെല്ലാം കുഴപ്പമില്ല. അപ്പോൾ ചെക്ക് ചെയ്യേണ്ട ബുദ്ധിമുട്ടില്ല. അപ്പോൾ നമ്മൾ CH3 ബ്രാഞ്ച് ബ്രാഞ്ച് മീഥൈലാണ്. അപ്പോൾ CH3 വെച്ച് ഫില്ല് ചെയ്തു. ഇനി നമ്മൾ ഹൈഡ്രജനെ ഫില്ല് ചെയ്യണം. ഇവിടെ ഒരു ബോണ്ടുള്ളൂ. ബാക്കി 3 നമ്മൾ ഹൈഡ്രജൻ വെച്ച് ഫില്ല് ചെയ്തു. ഇവിടെ 1 2 3 ബോണ്ട് വന്നിട്ട് ഇനി ബാക്കി ഒരു ഹൈഡ്രജൻ മതി. ഇനി 1 ഉണ്ട്. ബാക്കി 3 ഫില്ല് ചെയ്തു. ഇങ്ങനെയാണ് നമ്മൾ പേര് തന്നിട്ട് UPSC നെയിം തന്നിട്ട് ഓരോന്നിൻ്റെയും സ്ട്രക്ചർ വരയ്ക്കുന്നത്. ക്ലിയർ ആയോ? അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ചെക്ക് വെദർ ഈസ് ഇറ്റ് പോസിബിൾ ടു ഡ്രോ 1-methyl pentane ഇഫ് നോട്ട് എക്സ്പ്ലെയിൻ വൈ. നമ്മളെടുത്ത് ചെക്ക് ചെയ്യാനാണ് പറയണേ. 1-methyl pentane വരയ്ക്കാൻ പറ്റുമോ? ഇനി വരയ്ക്കാൻ പറ്റില്ലെങ്കിൽ എന്തുകൊണ്ട്? അതിന് എന്ത് വ്യത്യാസമാണ് ഉള്ളത് എന്നും കൂടെ നമ്മൾ പറയണം. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ വരയ്ക്കാൻ പറ്റുമോ വരയ്ക്കാൻ പറ്റില്ലേ. നമുക്ക് ജസ്റ്റ് ആ പേര് വെച്ച് നമുക്ക് നോക്കാം. 1-methyl pentane. അപ്പോൾ 1-methyl pentane വരയ്ക്കാൻ പറ്റുമോ നമ്മൾ നോക്കുകയാണ് അല്ലേ. അപ്പോൾ നമ്മൾ നേരത്തെ വരച്ച അതേ ഓർഡറിൽ തന്നെ പെൻഡെയിൻ 5 കാർബൺ ആറ്റം സിംഗിൾ ചെയിൻ വരുന്നത്. അപ്പോൾ നമ്മൾ 5 വരയ്ക്കാൻ 1 2 3 4 5. അപ്പോൾ 5 ഇടയിലും സിംഗിൾ ബോണ്ട് കൊടുത്തു. ഇനി നമ്മൾ ബ്രാഞ്ചിനെ നോക്കി. ബ്രാഞ്ച് മീഥൈലാണ് ഫസ്റ്റ് പൊസിഷൻ. ഇപ്പോൾ ലെഫ്റ്റിൽ നിന്ന് ഫസ്റ്റ് ആയാലും കുഴപ്പമില്ല, ഇവിടെ നിന്ന് ഫസ്റ്റ് ആയാലും പ്രശ്നമില്ല. നമുക്ക് ഇഷ്ടമനുസരിച്ചിട്ട് ഏത് കൊടുത്താലും ഫസ്റ്റ് പൊസിഷൻ ആവണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ലെഫ്റ്റിൽ നിന്ന് ഫസ്റ്റ് പൊസിഷനിൽ മീഥൈൽ ഗ്രൂപ്പ് വരച്ചു കൊടുത്തു. നമ്മുടെ ബ്രാഞ്ച് ബാക്കിത്തൊക്കെ ഹൈഡ്രജൻ വെച്ച് ഫില്ല് ചെയ്തു. CH2 ആണ്. CH2 CH3 നമ്മൾ ഫില്ല് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ശരിക്കും പേര് നോക്കിയേ. ഇത്
ഇത് ബ്രാഞ്ച് ആണോ? ചെക്ക് ചെയ്ത് നോക്കിയേ. ഇത് ബ്രാഞ്ച് ആണോ? ശരിക്കും ഇത് ബ്രാഞ്ച് അല്ല. കാരണം ഒരു സ്ട്രെയിറ്റ് ചെയിനെ ജസ്റ്റ് ഒന്ന് ബെൻഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അല്ലേ, ഇവിടെ വെച്ചൊന്ന് വളച്ച് വെച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ ഇപ്പുറത്തെ സൈഡിൽ നിന്നൊന്ന് വളച്ച് വെച്ചിരിക്കുക, അത്രേ ചെയ്തിട്ടുള്ളൂ. അപ്പം അതൊരിക്കലും ബ്രാഞ്ച് ആവില്ല. അപ്പം ഇതിൻ്റെ ശരിക്കുള്ള പേരെന്താ? പേര് വരുമ്പോൾ എത്ര കാർബൺ വരും? എണ്ണി നോക്കുക. 1 2 3. അപ്പോൾ ഇതിൻ്റെ പേര് നമ്മൾ നോക്കുമ്പോൾ 6 കാർബൺ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ 6 കാർബൺ വരുവാണെങ്കിൽ അതിൻ്റെ വേർഡ് റൂട്ട് എന്താണ്? 6 കാർബൺ. അതിൻ്റെ വേർഡ് റൂട്ട് എന്ത് വരും? 6 കാർബണിന് ഹെക്സ് എന്നാണ് വേർഡ് റൂട്ട് വരിക. ഹെക്സ് എന്ന വേർഡ് റൂട്ട് വന്നാൽ ഇത് എല്ലാം സിംഗിൾ ബോണ്ടാണ്. സോ ഹെക്സെയിൻ എന്നാണ്. ഇതിൻ്റെ പേര് നമുക്ക് തന്നത് തെറ്റാണ്. 1 മീഥൈൽ പെൻറ്റീൻ അല്ല, അതിൻ്റെ പേരെന്താണ്? ഹെക്സെയിൻ ആണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു നമ്മൾ ഇത്രയും പഠിച്ചുകൊണ്ട് ഒരു റിവിഷൻ പോലെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ നോമൻക്ലേച്ചർ ഓഫ് ആൽക്കെയിൻസ് വിത്ത് 1 ബ്രാഞ്ച് നമ്മുടെ കഴിഞ്ഞു. ഇനി നോമൻക്ലേച്ചർ ഓഫ് ആൽക്കെയിൻസ് വിത്ത് മോർ ദാൻ 1 ബ്രാഞ്ച്. ഒന്നിൽ കൂടുതൽ ബ്രാഞ്ച് ഉണ്ടെങ്കിൽ നമ്മളെങ്ങനെ ആൽക്കെയിൻസിന് പേര് കൊടുക്കും, IUPAC നെയിം എങ്ങനെ കൊടുക്കും എന്നുള്ളതാണ് നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ ആദ്യം അതിന് റൂൾസാണ് ചെക്ക് ചെയ്യുന്നത്. എന്തൊക്കെ റൂള് നമ്മൾ മോർ ദാൻ 1 ബ്രാഞ്ചുള്ള ആൽക്കെയിൻസിന് പേര് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്നുള്ളത്. അപ്പോൾ ആദ്യത്തെ റൂൾ എന്ന് പറയുന്നത്, ഇഫ് മോർ ദാൻ 1 ബ്രാഞ്ച് ഈസ് പ്രസൻറ്റ്. നമ്മുടെ ഒരു തന്നിരിക്കുന്ന ഓർഗാനിക് കോമ്പൗണ്ടിൽ ഒന്നിൽ കൂടുതൽ ബ്രാഞ്ച് ഉണ്ടെങ്കിൽ സെലക്ട് ദ ലോങ്ങസ്റ്റ് ചെയിൻ. നമ്മൾ ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ ആദ്യം ലോങ്ങസ്റ്റ് ചെയിൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഏതാണ് ലോങ്ങസ്റ്റ് ചെയിൻ നമ്മൾ സെലക്ട് ചെയ്യാം. നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് കൂടുതലുള്ളത്. എന്നിട്ട് നമ്പർ ഓഫ് കാർബൺ ആറ്റം ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഓർ ടു ലെഫ്റ്റ് ഇൻ സച്ച് വേ. നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കോ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കോ നമ്പർ കൊടുത്തിട്ട് ബ്രാഞ്ചിന് ചെറിയ നമ്പർ കിട്ടുന്ന രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്തെടുക്കുക. അതായത് ഏതാണോ ബ്രാഞ്ചുകൾക്ക് ചെറിയ നമ്പർ വരുന്നത് അത് നമ്മൾ ഫൈൻഡ് ചെയ്യുക. ഈ 2 കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. മെയിൻ ചെയിനെ കണ്ടുപിടിക്കുക, അതേപോലെ തന്നെ ബ്രാഞ്ചുകൾക്ക് ചെറിയ നമ്പർ. അപ്പോൾ ഒരു ബ്രാഞ്ച് ആയിരിക്കില്ല, 2 ബ്രാഞ്ചോ 3 ബ്രാഞ്ചോ ഒക്കെ ഉണ്ടാവും. അപ്പോൾ ചെറിയ നമ്പേഴ്സ് ഏതാണെന്ന് ഫൈൻഡ് ചെയ്യുക. ഇഫ് ദ ബ്രാഞ്ച് അപ്പിയേഴ്സ് മോർ ദാൻ 1, അതായത് സെയിം ബ്രാഞ്ച് ഒന്നിൽ കൂടുതൽ പ്രാവശ്യം വന്നു വിചാരിക്കും. ഒരേ ബ്രാഞ്ച് ഒന്നിൽ കൂടുതൽ പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പേര് കൊടുക്കുമ്പോൾ ഒരു മീഥൈൽ തന്നെ 2 പ്രാവശ്യം വന്നാൽ മീഥൈലിന് മാത്രം കൊടുത്താൽ നമുക്ക് വരയ്ക്കുമ്പോൾ അറിയില്ല ഒരു മീഥൈലാണോ 2 മീഥൈലാണോ. നമ്മൾ ഒരു മീഥൈൽ വരയ്ക്കുള്ളൂ അല്ലേ. അപ്പം അങ്ങനെ വരുമ്പോൾ ഒരേ ബ്രാഞ്ച് ഒന്നിൽ കൂടുതൽ പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ നമ്മളതിന് പ്രിഫിക്സ്, ബ്രാഞ്ചിൻ്റെ പേരിന് മുന്നേ പ്രിഫിക്സ് ആഡ് ചെയ്യും. തൊട്ട് മുന്നേ എഴുതുന്നതിന് പ്രിഫിക്സ് എന്ന് പറയാം, ലാസ്റ്റ് ചേർക്കുന്നതിന് സഫിക്സ് എന്ന് പറയും. അപ്പോൾ പ്രിഫിക്സ് ആയിട്ട് നമ്മൾ ആഡ് ചെയ്യും. 2 എണ്ണം ഉണ്ടെങ്കിൽ നമ്മൾ ഡൈ എന്നും, 3 എണ്ണം ഉണ്ടെങ്കിൽ ട്രൈ എന്നും, 4 എണ്ണം ഉണ്ടെങ്കിൽ ടെട്ര എന്നും നമ്മൾ പേര് കൊടുക്കണം. അപ്പോൾ മീഥൈൽ 2 ഉണ്ടെങ്കിൽ ഡൈ മീഥൈൽ, 3 എണ്ണം ഉണ്ടെങ്കിൽ ട്രൈ മീഥൈൽ, ടെട്രാ മീഥൈൽ, അങ്ങനെ വരും എക്സാമ്പിളായിട്ട്. എന്നിട്ട് പൊസിഷൻ നമ്പർ ഫ്രണ്ടിൽ എഴുതണം. പൊസിഷൻ നമ്പർ എന്ത് ചെയ്യണം? സെപ്പറേറ്റഡ് ബൈ കോമാസ്. ഒരു പ്രാവശ്യം എഴുതിയാൽ പോരാ. അതായത് 2 ഡൈ മീഥൈൽ അങ്ങനെയല്ല വരാം. 2 എണ്ണം ഉണ്ട് ഒരേ പൊസിഷൻ നമ്പറിൽ 2 എണ്ണം, അല്ലെങ്കിൽ 2 ഡിഫറെൻറ്റ് പൊസിഷനിലുണ്ട്. അപ്പോൾ നമ്മൾ 2,3 ഡൈ മീഥൈൽ എന്നൊക്കെ തന്നെ എഴുതണം. ഇനി ലോങ്ങസ്റ്റ് കാർബൺ ചെയിൻ ഈസ് നമ്പേർഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഓർ റൈറ്റ് ടു ലെഫ്റ്റ്. ലോങ്ങസ്റ്റ് ചെയിന് നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കോ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് നമ്പർ കൊടുത്തിട്ട് ബ്രാഞ്ചിന് ഒരേ നമ്പറാണ് 2 സൈഡിൽ നിന്നും ആദ്യത്തേന് കിട്ടുന്നതെന്ന് വിചാരിക്കും. അതായത് ഇപ്പോൾ ലെഫ്റ്റിൽ നിന്ന് നമ്പർ ഇടുമ്പോൾ 2 തന്നെ, റൈറ്റിൽ നിന്ന് നമ്പർ ഇടുമ്പോഴും ഒരു ബ്രാഞ്ചിന് 2 തന്നെ വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് രണ്ടാമത്തേനെ കൺസിഡർ ചെയ്യുക. രണ്ടാമത്തെ ബ്രാഞ്ചിനെ കൺസിഡർ ചെയ്തിട്ട് അതിൻ്റെ പൊസിഷൻ നമ്പർ വ്യത്യസ്ത ഉള്ളതിൽ ചെറുതേതാണോ അതെടുക്കുക. അങ്ങനെ സെലക്ട് ചെയ്യാവുന്നതാണ്. അതായത് ഇപ്പോൾ എക്സാമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ 2 ലെഫ്റ്റിൽ നിന്ന് റൈറ്റിൽ നിന്ന് നമ്പർ ഇട്ടപ്പോൾ ബ്രാഞ്ചുകൾക്ക് 3 ബ്രാഞ്ച് ഉണ്ട്. ഇപ്പോൾ 2, 3, 5 എന്നാണ് ലെഫ്റ്റിൽ നിന്ന് വന്നത്. റൈറ്റിൽ നിന്ന് എടുത്തപ്പോൾ 2, 4, 5 എന്നാണ് കിടക്കുന്നതെന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഇതിൻ്റെ എന്താണ് 2ഉം സെയിം ആണ് അല്ലേ. അപ്പോൾ ചെറുത് വലുതെന്നില്ല, നമുക്ക് 2 തന്നെ വരുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ രണ്ടാമത്തെ ബ്രാഞ്ചിനെ നമ്മൾ സെലക്ട് ചെയ്യണം. രണ്ടാമത്തെ ബ്രാഞ്ചിന് ലെഫ്റ്റിൽ നിന്ന് നമ്പർ കൊടുക്കുമ്പോൾ 3ഉം റൈറ്റിൽ നിന്ന് നമ്പർ കൊടുക്കുമ്പോൾ 4ഉം ആണ്. അതിൽ ചെറുത് ഏതാണോ അത് സെലക്ട് ചെയ്യാനാണ് പറയണത്. അപ്പോൾ ഇതിൽ ചെറുത് ഏതാ? 3.
അപ്പോൾ നമുക്ക് ഈ നമ്പറിങ് സെലക്ട് ചെയ്യാം. ഇനി ഇതും സെയിം ആയിട്ട് വന്നാൽ നമുക്ക് മൂന്നാമത്തെ എടുക്കാം. മൂന്നും സെയിം ആണെങ്കിൽ നമുക്ക് ഏതെടുത്താലും പ്രശ്നമില്ല. അത് രണ്ടാമത്തെ സെയിം ആയാൽ നമുക്ക് മൂന്നാമത്തേലും ഇതേപോലെ ചെക്ക് ചെയ്യാം എന്നാണ് അവർ പറയുന്നത്. ഇതിൽ ചെറുത് ഏതാണെന്നിട്ട് പൊസിഷൻ നമ്പർ വരുന്ന ആ പൊസിഷൻ നമ്പറിനെ ആയിരിക്കണം നമ്മളെപ്പോഴും പേര് കൊടുക്കുമ്പോൾ കൊടുക്കേണ്ടത്. അപ്പം 3 റൂളുകൾ കഴിഞ്ഞു. ഇനി നമുക്ക് അതിൻ്റെ ആ ഒരു ഏത് നമ്പറിങ് ആണെന്നുള്ളത് ജസ്റ്റ് കാണിച്ചിരിക്കുകയാണ് ഇവിടെ. 1, 2 ഇവിടെ ബ്രാഞ്ചുകൾ വന്നിരിക്കുന്നത് എവിടേക്കാണ്? 2, പിന്നെ 4, 5 ഇവിടെ വന്നു. ഇനി റൈറ്റിൽ നിന്ന് നമ്പർ ഇടുമ്പോൾ 2, 3, 5 വന്നിരിക്കുന്നത് അല്ലേ. അപ്പം 2 ലെഫ്റ്റിൽ നിന്ന് റൈറ്റിൽ നിന്ന് നമ്പർ ഇടുമ്പോൾ ഉണ്ട്. പക്ഷേ അപ്പോൾ സെയിം ആയതുകൊണ്ട് നമുക്ക് അത് സെലക്ട് ചെയ്യേണ്ട. രണ്ടാമത്തേൽ ചെക്ക് ചെയ്യുമ്പോൾ 3 ചെറുത്. നമ്മൾ 2, 3, 5 എന്ന് പറഞ്ഞ പൊസിഷൻ നമ്പർ ആയിരിക്കും സെലക്ട് ചെയ്യുക. അപ്പം തന്നെ പറഞ്ഞതേ രീതി. ഇനി വേറൊരു പോയിന്റും കൂടി ഉണ്ട് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. ഒരു കാർബൺ ആറ്റത്തിന് 2 ഐഡൻറ്റിക്കൽ ബ്രാഞ്ചുകൾ വരുവാണോ, അതായത് ഒരേപോലെയുള്ള 2 ബ്രാഞ്ച് ഒരു കാർബൺ ആറ്റത്തിൽ തന്നെ വരണം. കണ്ടോ, ഇത് സ്ട്രെയിറ്റ് ചെയിൻ ആയിട്ട് എടുക്കുകയാണ്, ലോങ് ചെയിൻ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഈ രണ്ടാമത്തെ കാർബൺ ആറ്റത്തിൽ തന്നെ 2 ബ്രാഞ്ച് ഉണ്ട്. മീഥൈൽ അല്ലേ, മുകളിലേക്കും താഴെയായിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വരുവാണെങ്കിൽ പൊസിഷൻ നമ്പർ എന്ത് ചെയ്യണം എന്നാണ്? റിപ്പീറ്റ് ചെയ്യണം. അതായത് ഒരു പ്രാവശ്യം 2 ഡൈമീഥൈൽ എഴുതിയാൽ പോരാ, എന്തെന്നെ എഴുതണം? 2,2 ഡൈമീഥൈൽ എന്ന് തന്നെ എഴുതണം. അതാണ് അവിടുത്തെ 4ാമത്തെ റൂൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് 2-3 ക്വസ്റ്റ്യൻസ് ആണ്. അത് കഴിഞ്ഞ് നമുക്ക് പേര് പഠിക്കാനായിട്ട് നോക്കിയിട്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ പേരെങ്ങനെയാണെന്ന് നോക്കാം. നമ്മളിപ്പോൾ നോമൻക്ലേച്ചർ ഓഫ് ആൽക്കെയിൻസ് വിത്ത് മോർ ദാൻ 1 ബ്രാഞ്ചിൻ്റെ റൂൾസ് കണ്ടു പേര് കൊടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഒരെണ്ണം കൊടുത്ത് നോക്കണ്ടേ, അല്ലെങ്കിൽ ഒരെണ്ണം വരച്ച് നോക്കണ്ടേ. അപ്പോൾ അതിൽ ടെക്സ്റ്റ് കൊടുത്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ലെറ്റ് us see how to write the structural formula of a compound if its IUPAC name is given. IUPAC നെയിം തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കും വരികയെന്ന് നമുക്ക് നോക്കണം. അപ്പോൾ IUPAC നെയിം ഏതാ തന്നിരിക്കുന്നത്? 2,3 ഡൈമീഥൈൽ പെൻറ്റെയിൻ. 2 പൊസിഷൻ നമ്പർ തന്നിട്ടുണ്ട് അല്ലേ, 2,3 ഡൈമീഥൈൽ പെൻറ്റെയിൻ. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് ഫൈൻഡ് നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഇൻ മെയിൻ ചെയിൻ. മെയിൻ ചെയിനിൽ എത്ര കാർബൺ ആറ്റം ഉണ്ടെന്ന് കണ്ടുപിടിക്കുക. ഇതിൽ മെയിൻ ചെയിൻ എന്ന് പറയുന്നത് ഏതാണ്? പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലാസ്റ്റ് ഉള്ള പേരാണെന്ന് അല്ലേ. അപ്പോൾ പെൻറ്റെയിൻ ആണ് അവിടുത്തെ മെയിൻ ചെയിൻ. അപ്പോൾ അതിൽ എത്ര കാർബൺ ആറ്റം ഉണ്ട്? പെൻറ്റ് എന്ന് പറഞ്ഞാൽ 5 എണ്ണം. സോ 5 കാർബൺ ആറ്റത്തിന് നമ്മൾ വരച്ചു. എയിൻ ആയതുകൊണ്ട് സിംഗിൾ ബോണ്ടഡ് ആയിട്ട് വരച്ചു. ഓക്കെ, നമ്മൾ നേരത്തെ വരയ്ക്കാൻ പഠിച്ചതാണ്. അപ്പോൾ നമുക്കത് വരയ്ക്കാൻ എളുപ്പമുണ്ടായിരിക്കും. അപ്പോൾ 5 കാർബൺ ആറ്റത്തിന് വരച്ചു, സിംഗിൾ ബോണ്ടഡും കൊടുത്തു. ആഫ്റ്റർ ദിസ് ഫൈൻഡ് ദ പൊസിഷൻ ഓഫ് ബ്രാഞ്ചസ്. ഇതിന് ശേഷം നമ്മൾ പൊസിഷൻ ഓഫ് ബ്രാഞ്ചസ് കണ്ടുപിടിക്കണം. ആൻഡ് റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ബ്രാഞ്ചസ്. ബ്രാഞ്ചുകളുടെ സ്ട്രക്ചറൽ ഫോർമുല മെയിൻ ചെയിനിൽ നമ്മൾ എഴുതി കൊടുക്കണം. അപ്പോൾ പൊസിഷൻ ഏതൊക്കെയായിരുന്നു പേരിൽ? 2,3 ആയിരുന്നു. അപ്പോൾ രണ്ടാമത്തേമയും മൂന്നാമത്തേമയും സ്ട്രക്ചർ വരച്ചു അല്ലേ. 2, 3 ആണ്, ലെഫ്റ്റിൽ നിന്നാണ് നമ്പർ ഇട്ട് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് CH3 എന്ന് കൊടുക്കുകയും ചെയ്തു. ഇനി എന്താ കഴിഞ്ഞു നമ്മുടെ? ഇല്ല, കഴിഞ്ഞിട്ടില്ല. സ്ട്രക്ചർ വരയ്ക്കുമ്പോൾ ലാസ്റ്റ് എല്ലാം കഴിയുമ്പോൾ ഹൈഡ്രജനെയും കൂടെ ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഹൈഡ്രജനെ ഫില്ല് ചെയ്യുകയാണ് ലാസ്റ്റത്തെ ടോപ്പിക്. അപ്പോൾ ലാസ്റ്റ് മെത്തേഡ് എന്താ? ഹൈഡ്രജനോട് ഫില്ല് ചെയ്ത് കൊടുത്തു. CH3 സിംഗിൾ ബോണ്ട് CH, ബ്രാഞ്ച് CH3, സിംഗിൾ ബോണ്ട് CH, ബ്രാഞ്ച് CH3, CH2, CH3. ഇതാണ് എന്ത്? 2,3 ഡൈമീഥൈൽ പെൻറ്റെയിൻ എന്ന് പറയുന്നത്. നമ്മളൊരു പേര് തന്നിട്ട് സ്ട്രക്ചർ വരയ്ക്കാൻ പഠിച്ചു. അപ്പോൾ ഇനി പേര് കണ്ടുപിടിക്കാൻ പഠിക്കണ്ടേ. അപ്പോൾ അതിന് നമുക്ക് ടേബിൾ തന്നിട്ടുണ്ട് ടെക്സ്റ്റിൽ. ആ ടേബിൾ ഒന്ന് ഫില്ല് ചെയ്ത് പഠിക്കാം. അപ്പോൾ ടേബിളിൽ ആദ്യത്തെ കോമ്പൗണ്ട് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? മെയിൻ ചെയിനെ കണ്ടുപിടിക്കണം. അപ്പോൾ മെയിൻ ചെയിൻ എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ സിംഗിൾ ബോണ്ടഡ് ആയിട്ടുള്ള പോലെ അത്ര ഡൗട്ട് വരില്ല അതിൽ. എന്നാലും ചെക്ക് ചെയ്യണം ഏതാണെന്നുള്ളത്. അപ്പോൾ നമുക്ക് മെയിൻ ചെയിൻ എന്താണ്? എത്ര കാർബൺ ആറ്റം വരുന്നുണ്ട്? 1, 2, 3, 4, 5, 6 എണ്ണം വരുന്നുണ്ട്. അപ്പോൾ എല്ലാം സിംഗിൾ ബോണ്ടാണ്. അപ്പോൾ അതിൻ്റെ പേര് എന്ത് വരും? ഹെക്സെയിൻ എന്ന് വരും. അപ്പോൾ നമുക്ക് ഹെക്സെയിൻ. ഇനി എന്താ എഴുതണ്ടേ? ബ്രാഞ്ചുകൾ എത്രാമത്തേലാണ് ബ്രാഞ്ച് വന്നിരിക്കുന്നത്? അപ്പോൾ ഇവിടെ നിന്ന് നമ്പർ ഇടുമ്പോൾ 1, 2, 3,
4 5 6. റൈറ്റിൽ നിന്ന് ഇടുമ്പോൾ 1 2 3 4 5 6. ഇതാണ് രണ്ട് സൈഡിൽ നിന്ന് നമ്പർ ഇടുമ്പോൾ വരുന്നത്. അപ്പോൾ അതിൽ പൊസിഷൻ നമ്പർ ഏതെടുക്കണ്ടേ? 3ഉം 5ഉം ആണോ 2ഉം 4ഉം ആണോ ചെറുതെടുക്കുക. അപ്പോൾ നമ്മൾ 2ഉം 4ഉം ആണ് എടുക്കുക. ബ്രാഞ്ചസ് സെയിം ആണ് വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ പേര് കൊടുക്കുമ്പോൾ എങ്ങനെ കൊടുക്കണം? 2, 4 ഹൈഫൻ. ഇനി രണ്ട് സെയിം ബ്രാഞ്ച് വന്നാൽ ഡൈമീഥൈൽ. ഓക്കെ, ഡൈമീഥൈൽ ഹെക്സെയിൻ എന്നാണ് അതിൻ്റെ പേര് വരിക. കിട്ടിയോ? ഡൈമീഥൈൽ ഹെക്സെയിൻ. ഇനി ലാസ്റ്റത്തെ വരയ്ക്കാനുള്ളത് കാണിക്കാം. അതിന് മുന്നേ നമുക്ക് ലാസ്റ്റത്തെ പേരും കൂടെ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് പോവാം. അപ്പോൾ ഇതിൽ മെയിൻ ചെയിൻ ഏതാ വരിക? നമുക്ക് ഇങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട്, ഇങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട് അല്ലേ. രണ്ടിലും 4 തന്നെയാണ്. 1 2 3 4. ഇനി ഇവിടെ നിന്ന് സ്ട്രേറ്റ് ചെയിൻ 1 2 3 4. എങ്ങനെയായാലും 4ആണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം, പ്രശ്നമില്ല. അപ്പം ഞാൻ ഇങ്ങനെയുള്ളത് തന്നെ എടുത്തു. അപ്പോൾ ബ്രാഞ്ച് എവിടേക്ക് വരിക? ഇതും ബ്രാഞ്ചാണ്, ഇതും ബ്രാഞ്ചാണ്. സെയിം കാർബൺ ആറ്റത്തുമ്മയാണ് ബ്രാഞ്ച് വന്നിരിക്കുന്നത് അല്ലേ. വ്യത്യാസമൊന്നുമില്ല. സെയിം കാർബൺ ആറ്റത്തുമ്മോ ബ്രാഞ്ച് വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്കിതിൻ്റെ പേരെങ്ങനെയാണ് കൊടുക്കാമെന്ന് നോക്കാം. ഇതിൽ അപ്പോൾ പറഞ്ഞു 2 ബ്രാഞ്ചസ് ആണ് വരുന്നത്, CH3യും CH2 CH3. അപ്പോൾ മുകളിലത്തെ ബ്രാഞ്ചിനെ നമ്മൾ മീഥൈൽ എന്നാണ്, അടുത്തതിനെ ഈഥൈൽ എന്നാണ് പറയുക. അപ്പോൾ ഇതൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു പാറ്റേൺ ആണ് അല്ലേ നമ്മൾ പഠിച്ചാലും. 2 ഡിഫറെൻറ്റ് ബ്രാഞ്ചസ് വന്നാൽ നമ്മൾ എങ്ങനെ പേര് കൊടുക്കും? അതും വന്നിരിക്കുന്ന സെയിം പൊസിഷനിലാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യം ആൽഫബറ്റിക്കൽ ഓർഡറിലാണ് നമ്മൾ കൊടുക്കേണ്ടത്. ആൽഫബറ്റിക്കൽ ഓർഡറിൽ E കഴിഞ്ഞിട്ടാണ് M വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് കൊടുക്കണം? 2 പേര് കൊടുക്കുമ്പോൾ 2 ഈഥൈൽ എന്നാണ് നമ്മൾ ആദ്യം എഴുതുക. 2 ഈഥൈൽ ഹൈഫൻ 2 മീഥൈൽ, ദെൻ നമ്മുടെ ലോങ് ചെയിൻ്റെ പേര് ബ്യൂട്ടെയിൻ എന്ന് വരും പേര്. ഓക്കെ, അപ്പോൾ 2 ഈഥൈൽ 2 മീഥൈൽ ബ്യൂട്ടെയിൻ. അതാണ് നമ്മുടെ 4ാമത്തെ സ്ട്രക്ചറിൻ്റെ UPSC നെയിം വരുന്നത്. ഈ ബാക്കിയുള്ള 2 കൂടി കണ്ടുനോക്കാം. അതായത് നമുക്ക് വരയ്ക്കാനുള്ള 2,2,3 ട്രൈമീഥൈൽ പെൻറ്റെയിൻ. അത് നമുക്ക് ആദ്യം വരച്ച് നോക്കാം. 2,2,3 ട്രൈമീഥൈൽ പെൻറ്റെയിൻ എന്നുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് 2,2,3 ട്രൈമീഥൈൽ പെൻറ്റെയിൻ വരയ്ക്കാനാണ്. അപ്പോൾ നമ്മൾ പെൻറ്റെയിൻ ആണ് ആദ്യം വരയ്ക്കുക അല്ലേ. അപ്പോൾ പെൻറ്റെയിൻ എന്ന് പറയുമ്പോൾ 5 കാർബൺ വരച്ചു. അതിനുശേഷം എന്ത് ചെയ്യണം? സിംഗിൾ ബോണ്ടാണ് എല്ലാത്തിനും കൊടുക്കേണ്ടത്. അപ്പോൾ സിംഗിൾ ബോണ്ട് വരച്ചു കൊടുക്കുക എല്ലാത്തിനും. സിംഗിൾ ബോണ്ട് വരച്ചു കഴിഞ്ഞാലോ ട്രൈമീഥൈലാണ്, അതായത് 3 മീഥൈൽ ബ്രാഞ്ചസ് ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ പൊസിഷൻ ചെക്ക് ചെയ്യുകയാണ്, ഓരോ പൊസിഷനും. അപ്പോൾ 2ൽ 2 പ്രാവശ്യം വരുന്നുണ്ട്. അപ്പോൾ 2ാമത്തെ പൊസിഷനിൽ 2 ബ്രാഞ്ച് ഉണ്ട്. പിന്നെ വരുന്നത് 3ാമത്തെ പൊസിഷനിലെ ബ്രാഞ്ചാണ്. ഇങ്ങനെ കൊടുക്കുമ്പോൾ ലെഫ്റ്റിൽ നിന്ന് 2 കൊടുത്തിട്ട് റൈറ്റിൽ നിന്ന് 2ൽ 3ാമത്തേൽ കൊണ്ട് വരയ്ക്കുക, അല്ലെങ്കിൽ 2ാമത്തേൽ കൊണ്ട് വരയ്ക്കുക, അങ്ങനെയൊന്നും ചെയ്യരുത്. അതേപോലെ ആദ്യത്തെ എന്താണ്, അപ്പോൾ 2ാമത്തെ ഒരെണ്ണം ഇവിടെയും പിന്നെ ഇപ്പുറത്തുനിന്ന് 2, അങ്ങനെയൊന്നും വരയ്ക്കരുത്. ഒരു സൈഡിൽ നിന്ന് തന്നെ നമ്മൾ പൊസിഷൻ എപ്പോഴും സെറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. പൊസിഷൻ മാറാനായിട്ട് പാടില്ല. അപ്പോൾ 2ാമത്തേൽ തന്നെ 2 ബ്രാഞ്ച്, 3ാമത്തേൽ 1 ബ്രാഞ്ച്. 3 ബ്രാഞ്ചുകളും സെയിം തന്നെയാണ്, CH3 തന്നെയാണ്. അപ്പോൾ CH3 വെച്ച് ഫില്ല് ചെയ്ത് കൊടുക്കുക. എന്നിട്ടാണ് ലാസ്റ്റ് നമ്മൾ ഹൈഡ്രജനെ ഫില്ല് ചെയ്യുന്നു. ഈ കാർബൺ എത്ര എണ്ണം വേണം? 3 വാലൻസി ഫില്ല് ചെയ്തു. ഇവിടെ ഫുള്ളായിട്ട് വാലൻസി ഫില്ലഡ് ആണ്. അപ്പോൾ നമ്മൾ വേറെ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. ഇനി ഇവിടെ 3 എണ്ണം ഉണ്ട്, ഈ കാർബണും 3 എണ്ണം ഉണ്ട്. ഒരെണ്ണം കൂടിയേ വരേണ്ട ആവശ്യമുള്ളൂ. സോ ഒരച്ച് കൊടുത്തു. ഇവിടെ 2 എണ്ണം, ഇവിടെ 3 എണ്ണം. അതാണ് 2,2,3 ട്രൈമീഥൈൽ പെൻറ്റെയിൻ്റെ സ്ട്രക്ചർ വരുന്നത്. അടുത്ത ഏതാ സ്ട്രക്ചർ വരയ്ക്കണ്ടേ? 3,3 ഡൈമീഥൈൽ ഹെക്സെയിൻ. 3,3 ഡൈമീഥൈൽ ഹെക്സെയിൻ്റെയാണ് വരയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് അതും കൂടെ. അപ്പോൾ നമ്മൾ വരയ്ക്കാൻ പോകുന്ന 3,
3,3 ഡൈമീഥൈൽ ഹെക്സെയിൻ ആണ്. അപ്പോൾ നമ്മൾ ആദ്യം ഹെക്സെയിൻ എന്ന് പറയുമ്പോൾ 6 എണ്ണം വരയ്ക്കണം. 6 കാർബൺ വരയ്ക്കാം. 4, 5, 6 എല്ലാത്തിലും സിംഗിൾ ബോണ്ട് കൊടുക്കുക. നെക്സ്റ്റ് ഡൈമീഥൈൽ ആണ്. അപ്പോൾ 2 മീഥൈൽ ബ്രാഞ്ചസ് തന്നെയാണ് വരുന്നത്. പൊസിഷൻ ചെക്ക് ചെയ്യുമ്പോൾ 3-ാമത്തേലാണ്. അപ്പോൾ ലെഫ്റ്റിൽ നിന്ന് ചെക്ക് ചെയ്യുമ്പോൾ 1, 2, 3. അപ്പോൾ 2 എണ്ണം വരച്ചു. 2 എണ്ണം 3യിൽ തന്നെ 2 വരുന്നത്, 2 ബ്രാഞ്ചും വരുന്നത്. അപ്പോൾ 3യിൽ തന്നെ മുകളിലും താഴെയായിട്ട് വരച്ചു. ഇനി ആ ബ്രാഞ്ചുകൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. CH3 താഴെയും CH3. ഇനി ബാക്കിയതൊക്കെ എന്താ ഹൈഡ്രജൻ വെച്ച് ഫില്ല് ചെയ്യാം. CH3, CH2. ഇവിടെ H വേണ്ട, നമുക്ക് ഓൾറെഡി ഫില്ലഡ് ആണല്ലോ. സോ അവിടെ H വേണ്ട. ഇവിടെ 2 എണ്ണം, ഇവിടെ 2 എണ്ണം, ഇവിടെ 3 എണ്ണം. അങ്ങനെ ഇതാണ് 3,3 ഡൈമീഥൈൽ ഹെക്സെയിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇതിന് നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ബ്രാഞ്ച് സിംഗിൾ ബ്രാഞ്ച് ആയിട്ടുള്ളതിൻ്റെ പേര് കൊടുക്കാൻ പഠിച്ചു. ഡബിൾ ബ്രാഞ്ച് ആയിട്ടുള്ള ആൽക്കെയിൻസിൻ്റെ പേര് കൊടുക്കാൻ പഠിച്ചു. അല്ലെങ്കിൽ ഡബിൾ ബ്രാഞ്ച് എന്നല്ല, മോർ ദാൻ 1 ബ്രാഞ്ച് എന്നുള്ളതിൻ്റെ പേര് കൊടുക്കാൻ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ആൽക്കെയിൻസിനെ മാറിയിട്ട് അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഹൈഡ്രോ കാർബൺസിന് എങ്ങനെ പേര് കൊടുക്കാം എന്നാണ്. അപ്പോൾ അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ എന്ന് പറയുമ്പോൾ ആരാണ് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ്? നമ്മുടെ ഡബിൾ ബോണ്ടും അതേപോലെ തന്നെ ട്രിപ്പിൾ ബോണ്ടുമാണ് അൺസാച്ചുറേറ്റഡ്, അതായത് ആൽക്കീനും ആൽക്കൈൻസും. അപ്പോൾ അവർക്ക് പേര് കൊടുക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം നമുക്ക് നോക്കാം. അപ്പോൾ ഇൻ ദ നോമൻക്ലേച്ചർ ഓഫ് ഹൈഡ്രോ കാർബൺസ് വിത്ത് ഡബിൾ ബോണ്ട്സ് ദ നമ്പറിംഗ് ഷുഡ് ബി ഡൺ ഇൻ സച്ച് എ വേ ദാറ്റ് ദ കാർബൺ ആറ്റംസ് ലിങ്ക്ഡ് ബൈ ദ ഡബിൾ ബോണ്ട് ഗെറ്റ് ലോവസ്റ്റ് പൊസിഷൻ. അതായത് മറ്റേതിലൊക്കെ നമ്മൾ ബ്രാഞ്ചിഡ് വരച്ചപ്പോൾ ബ്രാഞ്ചിന് ലോവസ്റ്റ് പൊസിഷൻ കിട്ടുന്നതാണ്. അപ്പം അൺസാച്ചുറേറ്റഡ് വരുമ്പോൾ ഇവിടെ എന്താണ്, ഡബിൾ ബോണ്ട് ഏത് കാർബൺ ആറ്റത്തുമെയാണോ അതിലേറ്റവും ചെറുതിന് നമ്മൾ എന്ത് കൊടുക്കണം, നമ്പറിങ് കൊടുക്കണം, ലോവസ്റ്റ് പൊസിഷൻ കിട്ടണം എന്നുള്ളതാണ്. നമ്മൾ ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും പൊസിഷൻ നമ്പർ പറയും. അപ്പോൾ അതിൽ ലോവസ്റ്റ് നമ്പർ കിട്ടണം ഡബിൾ ബോണ്ട് വരുന്ന കാർബൺ ആറ്റത്തിന്. അങ്ങനെയാണ് നമ്മൾ ആദ്യത്തെ റൂള്. പേര് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യം വേർഡ് റൂട്ട്, അതായത് എത്ര കാർബൺ ഉണ്ട്, പെൻറ്റ് ആണോ, 5 പെൻറ്റ്, 4 ബ്യൂട്ട്, അത് കൊടുക്കുക. ദെൻ ഹൈഫൻ പൊസിഷൻ, കാരണം പൊസിഷനും നമ്പറിനും ഓൾജിബ്രയുടെ ഇടയിൽ ഹൈഫൻ വേണം. പൊസിഷൻ ഓഫ് ഡബിൾ ബോണ്ടിൻ്റെ പൊസിഷൻ കൊടുക്കുക. ദെൻ വീണ്ടും ഹൈഫൻ സഫിക്സ് ഡബിൾ ബോണ്ട് ആണെങ്കിൽ എന്ത് വരും, ENE വരും. സഫിക്സ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഏതുണ്ട്. ഇനി ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ എന്ത് വരണം, YNE എന്ന് വരും. അതിൽ നിന്നാണ് നമുക്ക് ആ YNE ENE എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക ഡബിൾ ബോണ്ടാണോ ട്രിപ്പിൾ ബോണ്ടാണോ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് കണ്ടുനോക്കാം. വാട്ട് വിൽ ബി ദ IUPAC നെയിം ഓഫ് ദ കോമ്പൗണ്ട്? കൊടുത്തിരിക്കുന്ന ഒരു കോമ്പൗണ്ടിൻ്റെ IUPAC നെയിം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ കൊടുത്തിരിക്കുന്ന കോമ്പൗണ്ടിൽ നമ്മൾ എന്തൊക്കെ ചെക്ക് ചെയ്യണമെന്ന് ആദ്യം നമുക്ക് നോക്കാം. ടോട്ടൽ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഇൻ ദിസ് ചെയിൻ. ഈ ചെയിനിൽ എത്ര കാർബൺ ആറ്റം ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കാർബൺ ആറ്റം ചെക്ക് ചെയ്തപ്പോൾ 1, 2, 3, 4 എണ്ണമാണുള്ളത്. ഇനി അപ്പോൾ 4 എണ്ണം വരുമ്പോൾ അതിൻ്റെ വേർഡ് റൂട്ട് എന്തായിരിക്കും, ബ്യൂട്ടാണ് അതിൻ്റെ വേർഡ് റൂട്ട് വരുന്നത്. സോ ബ്യൂട്ട് എഴുതി. ഇനി കറക്റ്റ് പൊസിഷൻ നമ്പർ ഓഫ് കാർബൺ ആറ്റം ഹാവിങ് ഡബിൾ ബോണ്ട് ഉള്ള കാർബൺ ആറ്റത്തിൻ്റെ പൊസിഷൻ നമ്പർ. അപ്പോൾ നമ്മൾ പറഞ്ഞത് ചെറുതായിരിക്കണം ഏറ്റവും ഇത്. അപ്പോൾ നമ്മളിവിടെ നമ്പർ കൊടുക്കുമ്പോൾ 1, 2, 3, 4 നമ്മൾ ബ്രാഞ്ചിന് നമ്പർ കൊടുത്ത പോലെ തന്നെ ഇവിടെയും കൊടുക്കുക. ലെഫ്റ്റിൽ നിന്നും റൈറ്റിൽ നിന്നും കൊടുക്കുക. 1, 2, 3, 4. അപ്പോൾ ഡബിൾ ബോണ്ട് ഉള്ളത് ഈ 2 കാർബണുകളാണ്. അപ്പോൾ അതിൽ എടുക്കുമ്പോൾ ഇവിടെ നിന്ന് വരുമ്പോൾ 2, ഇപ്പുറത്തുനിന്ന് 2. അപ്പോൾ ചെറുത് ഏതാ വരിക, 2. അത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിൽ നിന്ന് എടുത്താലും ചെറുത് 2 തന്നെയാണ് വരുന്നത്. സോ 2 ആണ് അതിൻ്റെ പൊസിഷൻ നമ്പർ. ഇനി സഫിക്സ് എന്ത് വരും, ഡബിൾ ബോണ്ടാണ്. അപ്പോൾ സഫിക്സ് ENE. പേരെങ്ങനെയാണ് പറഞ്ഞാൽ വേർഡ് റൂട്ട് ഹൈഫൻ പൊസിഷൻ ഹൈഫൻ സഫിക്സ്. സോ വേർഡ് റൂട്ട് ബ്യൂട്ട് -2 -ENE. പേര് കൊടുക്കുന്നത് മനസ്സിലായോ? അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബണ് ഏത് വന്നാലും നമ്മൾ ഇങ്ങനെ തന്നെയാണ് പേര് കൊടുക്കുക. പൊസിഷൻ നമ്പർ കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇനി അടുത്ത് ട്രിപ്പിൾ ബോണ്ട് വന്നാൽ എങ്ങനെയാണ് പേര് കൊടുക്കുക എന്നും കൂടെ ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. ട്രിപ്പിൾ ബോണ്ട് വരുമ്പോൾ CH ട്രിപ്പിൾ ബോണ്ട് C,
CH2 CH3 ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അതിൽ പേരോട് നെയിം ആൽക്കെയിൻസ് ജസ്റ്റ് വി നമ്മൾ ആൽക്കീൻ കൊടുത്ത പോലെ തന്നെയാണ് നമ്മൾ ആൽക്കെയിൻസിനും പേര് കൊടുക്കുക. ആദ്യം വേർഡ് റൂട്ട് ഹൈഫൻ പൊസിഷൻ ഓഫ് ട്രിപ്പിൾ ബോണ്ട്, അവിടെ ഡബിൾ ബോണ്ട് ആണെങ്കിൽ ഇവിടെ ട്രിപ്പിൾ ബോണ്ട്, വീണ്ടും ഹൈഫൻ, സഫിക്സ് മാത്രം മാറും. ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ സഫിക്സ് എന്താണ് YNE എന്നാണ് നമ്മൾ ചേർക്കേണ്ടത്. അപ്പോൾ YNE എന്ന് വരും. ഇവിടെ മൊത്തം എത്ര കാർബൺ ആറ്റം ഉണ്ട്? 1 2 3 4 4 4 വേർഡ് റൂട്ട് ബ്യൂട്ട്. പൊസിഷൻ നമ്പർ ഓഫ് ട്രിപ്പിൾ ബോണ്ട് എന്താ വരിക? ലെഫ്റ്റിൽ നിന്ന് കൊടുക്കുമ്പോൾ 1 2 3 4, റൈറ്റിൽ നിന്ന് കൊടുക്കുമ്പോൾ 1 2 3 4. അപ്പോൾ 1ഉം 2ഉം 3ഉം 4 ആണ്. അപ്പോൾ ഏറ്റവും ചെറുത് ഏതാ? 1. അപ്പോൾ നമ്മൾ ഏതെടുക്കണം? 1. അപ്പോൾ ബ്യൂട്ട് -1 ഹൈഫൻ സഫിക്സ് YNE. ഇതാണ് അതിൻ്റെ എന്ത് വരുന്നത്? IUPAC നെയിം വരുന്നത്. ഓക്കെ, ബ്യൂട്ട് 1 YNE. ഇനി ഇത് താഴെ കൊടുത്തിരിക്കുന്ന ടേബിൾ നമ്മുടെ അടുത്ത് കംപ്ലീറ്റ് ആക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടെക്സ്റ്റിൽ. അപ്പോൾ നമുക്ക് അതൊന്ന് കംപ്ലീറ്റ് ആക്കി നോക്കാം എങ്ങനെയാണ് എന്നുള്ളത്. അപ്പോൾ നമ്മളിവിടെ കോമ്പൗണ്ട് തന്നിട്ട് IUPAC നെയിം കൊടുത്താണ്. അപ്പോൾ കോമ്പൗണ്ട് ഏതാ? ഡബിൾ ബോണ്ടാണ്, അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ടാണ്. അപ്പോൾ എത്ര കാർബൺ ആറ്റം ഉണ്ട്? 1 2 3 3 ഉണ്ട്. അപ്പോൾ 3 വേർഡ് റൂട്ട് എന്ത് വരും? പ്രൊപ്പ് ഹൈഫൻ. പൊസിഷൻ നമ്പർ ചെക്ക് ചെയ്യുമ്പോഴോ ലെഫ്റ്റിൽ നിന്ന് കൊടുക്കുമ്പോൾ 3ഉം 4ഉം, റൈറ്റിൽ നിന്ന് വരുമ്പോൾ 1 2 3, സോറി റൈറ്റിൽ നിന്ന് ലെഫ്റ്റിൽ നിന്ന് കൊടുക്കുമ്പോൾ 1 2ഉം 3ഉം, റൈറ്റിൽ നിന്ന് 1 2 3. അപ്പോൾ ഏറ്റവും ചെറുത് 1. അപ്പോൾ നമ്മൾ 1 തന്നെ കൊടുത്തു. ഡബിൾ ബോണ്ട് ആയത് സഫിക്സ് ENE വരും. രണ്ടാമത്തെ തന്നെ സ്ട്രക്ചർ വരയ്ക്കാനാണ്. അപ്പോൾ സ്ട്രക്ചർ നമ്മൾ വരയ്ക്കുമ്പോൾ ഹെക്സ് 2ene. അപ്പോൾ ഹെക്സ് എന്ന് പറയുമ്പോൾ എത്ര എണ്ണം വരണം? 6 കാർബൺ ആറ്റം വരണം. രണ്ടാമത്തെ പൊസിഷനിലായിരിക്കണം ഡബിൾ ബോണ്ടിനെ കൊടുത്തിട്ടുണ്ടായിരിക്കുന്നത്. അപ്പോൾ ഡബിൾ സ്ട്രക്ചർ നമുക്ക് വരയ്ക്കാം. അടുത്ത പേരും കൂടെ നോക്കിയിട്ട് നമുക്ക് സ്ട്രക്ചർ വരയ്ക്കാം. അപ്പോൾ അടുത്ത എൻ്റെ പേരെന്താ വരിക? എത്ര കാർബൺ ആറ്റം ഉണ്ട്? 1 2 3 4 5, 5 കാർബൺ ആറ്റം ഉണ്ട്. അപ്പോൾ 5 എണ്ണം വരുമ്പോൾ പെൻറ്റ് ഹൈഫൻ പൊസിഷൻ നമ്പർ എത്ര വരും? 2 ആണ് വരെ. ഇപ്പുറത്തുനിന്ന് വരുമ്പോൾ 1 2 3 4 ആണ്. അപ്പോൾ ചെറുത് 2 ആയതുകൊണ്ട് നമ്മൾ 2 എടുത്തു. ഇവിടെ ട്രിപ്പിൾ ബോണ്ടാണ്, അപ്പോൾ YNE എന്ന് വരും. ഓക്കെ, ഇനി നമുക്ക് ആ സ്ട്രക്ചർ വരയ്ക്കാൻ നമുക്ക് നോക്കാം. ഹെക്സ് 2eനും ഹെക്സ് 3iനുമാണ് നമുക്ക് വരയ്ക്കേണ്ടത്. അപ്പോൾ നമുക്ക് വരയ്ക്കേണ്ടത് ഹെക്സ് 2eനും ഹെക്സ് 2YNU ആണ് അല്ലേ? ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും. അപ്പോൾ ഹെക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ 6 എണ്ണത്തിന് വരയ്ക്കണം, 6 കാർബൺ ആറ്റത്തിന് വരയ്ക്കണം. ഓക്കെ, അപ്പോൾ 6 എണ്ണത്തിന് വരച്ചു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ ഡബിൾ ബോണ്ടിനെ ആദ്യം വരച്ചു കൊടുക്കണം പൊസിഷൻ. അപ്പോൾ ഡബിൾ ബോണ്ട് പൊസിഷൻ 2 ആണ്. ലെഫ്റ്റിൽ നിന്ന് രണ്ടാമത്തെ പൊസിഷൻ ചെക്ക് ചെയ്യുമ്പോൾ ഇവിടെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ഡബിൾ ബോണ്ട് വരച്ചു കൊടുത്തു. ദെൻ ബാക്കിയതൊക്കെ എന്തായിരിക്കും? സിംഗിൾ ബോണ്ട് ആയിരിക്കും. ഡബിൾ ബോണ്ട് വരച്ചു കഴിഞ്ഞാൽ ബാക്കിയതൊക്കെ സിംഗിൾ ബോണ്ട് വെച്ച് ഫില്ല് ചെയ്യുക. ദെൻ ഹൈഡ്രജനെ കൊടുക്കുക. CH3 CH, അതേപോലെ H ഒരെണ്ണം മതി, 3 ഉണ്ട് ഓൾറെഡി. ദെൻ CH2 CH2 CH3. ഇതാണ് എന്ത്? ഹെക്സ് 2ene എൻ്റെ സ്ട്രക്ചർ വരുന്നത്. അതേപോലെ ഹെക്സ് 2YNE എന്ന് പറയുമ്പോൾ ഇതേപോലെ തന്നെ 6 കാർബൺ ആണ് അല്ലേ? വേർഡ് റൂട്ട് 6 ആയതുകൊണ്ട് 6 എണ്ണത്തിന് വരച്ചു. ഇനി രണ്ടാമത്തേലാണ് ട്രിപ്പിൾ ബോണ്ട്. അപ്പോൾ രണ്ടാമത്തെ ട്രിപ്പിൾ ബോണ്ട് എന്ന് പറയുമ്പോൾ 3 ബോണ്ട് വരയ്ക്കണം, YNE എന്ന് പറയും. നെക്സ്റ്റ് സിംഗിൾ ബോണ്ട് വെച്ച് ഫില്ല് ചെയ്യല്ല, ബാക്കിയെല്ലാം സിംഗിൾ ബോണ്ട് വെച്ച് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ദെൻ ഹൈഡ്രജൻ CH3. ഇവിടെ ഹൈഡ്രജൻ വേണ്ട, ഓൾറെഡി ഫില്ലാണ്. ഇവിടെയും ഹൈഡ്രജൻ വേണ്ട. നെക്സ്റ്റിൽ CH2 CH3. ഇതാണ് ഹെക്സ് 2YNE, ഹെക്സ് 2ENEയുടെ സ്ട്രക്ചേഴ്സ്. ഓക്കെ, അപ്പം നമ്മൾ നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആൻഡ് ഐസോമറിസം ചാപ്റ്ററിൽ കണ്ടു കഴിഞ്ഞത് ആൽക്കെയിൻസ് വിത്ത് നെയിമിംഗ് ഓഫ് ആൽക്കെയിൻസ് വിത്ത് 1 ബ്രാഞ്ച്, പിന്നെ നെയിമിംഗ് ഓഫ് ആൽക്കെയിൻസ് വിത്ത് മോർ ദാൻ 1 ബ്രാഞ്ച്, നെക്സ്റ്റ് നെയിമിംഗ് ഓഫ് അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ്. ഇത്രയാണ് നമ്മൾ ഈ ഒരു ഇതിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ആണ് ഇനി നെക്സ്റ്റ് വരുന്നത്. അത് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.